ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. അപ്പോൾ നമ്മളിപ്പോൾ ഈ പല്ലാവൂര് കളരിയെ പറ്റി പറഞ്ഞല്ലോ. അവിടെ ഈ തിമിലയിലെ ശബ്ദങ്ങൾ താക്കോ തോനോ അങ്ങനെ എന്തെങ്കിലും ആ ശബ്ദത്തിൻ്റെ ആ വ്യത്യാസങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് കയ്യിൻ്റെ ആ ഒരു നാദശുദ്ധി വരണ രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിൽ എന്തെങ്കിലും അഭ്യാസം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ നാടകൾ, വ്യത്യസ്ത നാടകൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ അഭ്യാസകാലത്ത്. അങ്ങനെ പറയുമ്പോൾ ശരിക്കും പറയുക ശബ്ദത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ്. തോന്നുള്ള ശബ്ദത്തിനേക്കാൾ കൂടുതൽ തകാരത്തിനാണ് ഗൗരവം കൊടുത്തിട്ടുണ്ടായിരുന്നത്. താന്നല്ല ആശാൻ കുഞ്ഞുട്ടേട്ടൻ്റെ തിമിരയുടെ പോളൊന്നും പുറപ്പെടുക, താന്നൊന്നും പറഞ്ഞാൽ വയ്യ. അത് കിട്ടുന്ന മലയ്ക്കും കിടക്കണം. ആ അടി അത്ര ഫോഴ്സിൽ അടിക്കണം. ആ തരത്തിലുള്ള ശബ്ദം ശിഷ്യന്മാരിൽ നിന്ന് കേൾക്കുകയും വേണം. ഇതൊക്കെ തട്ടാങ്ക് തട്ടാങ്ക് ടാങ് ടാങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തട്ടാങ്ക് എന്നുള്ള ആ ശബ്ദം ആ ഗൗരവത്തോട് കൂടിയുള്ള ശബ്ദം കേൾപ്പിക്കുന്ന ഒരു പ്രത്യേകത ശൈലിയായിരുന്നു കുഞ്ഞുട്ടേട്ടൻ്റെ അതിലുള്ള. തോങ്കാരത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം മറ്റേ അന്നമ്മനുടെ പരമേശ്വരം അല്ലെങ്കിൽ അന്നമ്മനുടെ ആ കാലങ്ങളിലാണ്. അതെ അതെ, അതിന് ഈ തകാരത്തിനും അത്ര പ്രാധാന്യം. ഇത് മാത്രമല്ല ഈ കണക്കുകൾ വായിക്കുക, അതൊന്നും ചെയ്യില്ല. കണക്കുകളൊക്കെ ഈ കുഞ്ഞുട്ടേട്ടൻ്റെ അല്ലെങ്കിൽ പല്ലാവൂർ ശൈലി തന്നെയാണ് കൂടുതൽ ഈ ശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കുകയും അതിന് ഗൗരവം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞു വെച്ചാൽ 9 തിമലയൊക്കെ ആയിട്ട് നിന്നിട്ട് കൊട്ടുമ്പോഴേ ഒരു തിമലയാണ് കൊട്ടുന്നത്. ആ ഒരു തിമല കൊട്ടുമ്പോൾ ബാക്കി 8 തിമലയും 4-5 മദ്ദളവും അത്ര 9 തിമലയും അല്ല 9 താളവും ഈ സർവ്വ കൊമ്പും ഇത് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് കേൾക്കാൻ തോക്കണം ഉള്ള ഉണ്ടാക്കുക. അതാണ് ആ അമർത്തി കൂട്ടുന്നതിൻ്റെ ശബ്ദത്തിൻ്റെ. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ നമുക്ക് ഈ പല്ലാവൂർ കളരിയെ പറ്റിയിട്ട് അതിൻ്റെ ആ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഈ സാധകത്തിൻ്റെ ഒക്കെ ആ ഒരു ഗാംഭീര്യമൊക്കെ വെച്ച് നമുക്ക് അതിനെങ്ങനെ സംഗ്രഹിക്കാൻ തോന്നുന്നു? കാലപ്രമാണം അവിടെ കൃത്യമായി ദീക്ഷിച്ചുകൊണ്ട് അല്ലേ അവിടെ വരുന്ന അത് അവരുടെ പിന്നെ പരിപാടികൾക്ക് പോകുമ്പോൾ ഒന്നാമത് കാലപ്രമാണത്തോട് വളരെ താന്നിട്ടാണ് ഉച്ചരിച്ചിട്ടാണെന്ന് വെച്ചാൽ കയറിയിട്ടും അങ്ങനെയാണ്. അത് കാലപ്രമാണം കൃത്യമായിട്ട് ദീക്ഷിക്കുക. അതേമാതിരി തന്നെ പരിപാടികൾക്ക് പോകുമ്പോൾ ഒപ്പം കൊണ്ടുപോകുമ്പോഴും ഇതേ അനുഭവം നമുക്ക് നമ്മളിൽ അറിയാണ്ട് നമ്മളിലേക്ക് വരും. പിന്നെ തന്നെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പിന്നെ നടകളുടെ വൈവിധ്യം തുടങ്ങിയുള്ള സംഗതികൾ അതൊക്കെ ആശാൻ കൊട്ടി കേട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്വായത്താക്കണം. പിന്നെ വീണ്ടും അഭ്യാസത്തിന് എത്തുമ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്നും പറയൊന്നുമില്ല, പക്ഷേ നമ്മൾ മനസ്സിലുണ്ടാവും. അതൊന്നുകൂടി സ്ഫുടം ചെയ്തെടുക്കും. അപ്പൊ കാലപ്രമാണ ദീക്ഷ ഉറപ്പിച്ചുകൊണ്ട് കയ്യിന്റെ നാദത്തിന് പ്രത്യേകിച്ചും തകാരത്തിന് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പിന്നെ വൈകുന്നേരത്തെ മണിയുടെ ക്ലാസ്സിലാണെങ്കിൽ അവിടെ ഈ വ്യത്യസ്ത മനോധർമ്മങ്ങൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഒരു നല്ല പഞ്ചവാദ്യ തിമിലക്കാരനാക്കി പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ആ പല്ലാവൂർ കളരിയുടെ ഒരു ആകത്തുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പല്ലാവൂർ കളരിയിൽ അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിമിലക്കാരനും മോശാവില്ല, അത് ഉറപ്പാണ്. അങ്ങനെ ഒരു സമഗ്ര തിമിലക്കാരനാക്കിയിട്ട് ഒരാളെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് പല്ലാവൂർ കളരിയുടെ ഒരു വൈശിഷ്ട്യം. പക്ഷെ ഇന്നൊക്കെ ഇപ്പൊ അത് അതൊക്കെ പോയി അങ്ങനെയുള്ള കളരികളെ ഇല്ലാണ്ടായി. അപ്പം ഇപ്പം അടുത്തത് നമുക്ക് കയ്യിലേക്ക് വരാൻ തോന്നുന്നു. അതായത് അന്നത്തെ കാലത്ത് കൊണ്ടു നടന്നിരുന്ന ഒരു പഞ്ചവാദ്യ സമ്പ്രദായം, അന്നത്തെ ഒരു ആസ്വാദന രീതി, അവതരണ രീതി, അത് മാറിയിട്ട് ഈ പുതിയ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അപ്പം അന്ന് ഇപ്പം ഇതിപ്പോൾ ഒരു 80-85 അല്ലേ ആ ഒരു കാലയളവാകും തോന്നുന്നു. 80 തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ 80 നിന്ന് ഇപ്പം നമ്മൾ 2024 എത്തി നിൽക്കുമ്പോൾ ഒരു 10-44 കൊല്ലം ഇപ്പുറത്തേക്ക് മാറി വരുമ്പോൾ അന്നത്തെ ആ ഒരു പഞ്ചവാദ്യ സമ്പ്രദായം, അന്നത്തെ അധികായന്മാർ ആരുടെയൊക്കെ കൂടെ അന്ന് കൊട്ടാൻ പറ്റിയിട്ടുണ്ട്. തിമല പ്രമാണി ഇപ്പോൾ പല്ലാവൂരുകാരല്ലാതെ ഇപ്പോൾ പറഞ്ഞ പോലെ അന്നമതറക്കാരോ അല്ലെങ്കിൽ അന്നത്തെ പ്രമാണികളായിട്ടുള്ള പഞ്ചവാദ്യക്കാരുടെ കൂടെ കൊട്ടുമ്പോണ്ടായിരുന്ന അനുഭവം, അന്നത്തെ ആസ്വാദകരുടെ ഒരു രീതി, പിന്നെ ആ പഞ്ചവാദ്യത്തിൻ്റെ അവതരണ രീതി, ഈ കാലപ്രമാണത്തിലുമൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വായനയിൽ വരുന്ന വ്യത്യാസങ്ങൾ പുതിയ കാലഘട്ടത്തിലേക്ക് അത് മാറുമ്പോൾ ഏത് തരത്തിലാണ് അതിനെ നോക്കി കാണുന്നത്? ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ തുറന്നു പറഞ്ഞു. നേരത്തെ പറഞ്ഞില്ലേ ഈ നടകളുടെ വ്യത്യാസങ്ങൾ, വൈവിധ്യങ്ങളൊക്കെ പഠിപ്പിക്കാറുണ്ട്. എനിക്ക് അനുഭവപ്പെട്ടുള്ളത് അന്ന് കോങ്ങാട് വിജയേട്ടൻ ബാംഗ്ലൂർ ഈ അയ്യപ്പൻവിളക്കിന് പരിപാടിക്ക് 5 തിമലേ ഉണ്ടാവുള്ളൂ. 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂറൊക്കെ പഞ്ചവാദ്യം ഉണ്ടാവുകയും ചെയ്യും.
അത് നടന്ന് കൊട്ടുകയാണ് ചെയ്യുക. ആ സമയത്ത് കോങ്ങാട് വിജയേട്ടൻ ആണ് ഉണ്ടാവുക, എന്നെയാണ് കൊട്ടിക്കുക. കാര്യമായിട്ടുള്ള താളവട്ടങ്ങൾ മുഴുവൻ കൊട്ടിക്കൽ എനിക്കാണ് തരാവുക. അപ്പോൾ കൂടെ ഇങ്ങോട്ട് നടന്ന് കൊട്ടിച്ചിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞു വെച്ചാൽ അപ്പം എല്ലാവരും കളരിയിലെ അഭ്യാസവും കൊട്ടിക്കലും മുഴുവൻ അരങ്ങാവതരണം മുഴുവൻ അതെ. ഇവരുടെ ഗേമായുള്ള പഞ്ചവാദ്യങ്ങളല്ല. അതിൽ പല സംഗതികളും വരാനും അതിന് ക്ലാരിറ്റി ഉണ്ടാക്കാനും വിജയേട്ടൻ്റെ കൂട്ടുതിമലയായിട്ട് അനവധി പഞ്ചവാദ്യങ്ങൾക്ക് ഒരു അതികലശലായുള്ള ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞ ഈ ഏത് അന്നത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആരെ കൂടെ കൊട്ടിയതൊരു ഓർമ്മ ഉള്ളത്? നാണുമാരാരുടെ കൂടെ കൊട്ടിയുണ്ട് ഞാൻ. പുറത്തു വീട്ടിലെ നാണുമാരാരുടെ അദ്ദേഹം ഒന്നും ഈ മറ്റേ പല്ലാവുകാരുടെ അമ്മാമനാണ് നാണു. പക്ഷേ മറ്റേ അന്നമനയുടെ ഒരു ശൈലിയാണ് അദ്ദേഹത്തെ ഈ തോങ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനുള്ള ഒരു വളരെ ദുർലഭമായിട്ടുള്ള പഞ്ചവാദ്യം തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടിയിട്ടുള്ളൂ. അന്നമരുടെ പരമേശ്വരമാരാശാന്റെ കൂടെയും പഞ്ചവാദ്യം കൂട്ടി. വലിയ അദ്ദേഹത്തിൻ്റെ കലാമണ്ഡലത്തിൽ അദ്ദേഹം ഉണ്ടാകുമ്പോൾ ഒരു കുറച്ച് കാലം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിന് പോകാനും തരാറുണ്ട്. വളരെ കുറച്ച് പോകാനും സാധിച്ചിട്ടുണ്ട്. അത് പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് വരുമ്പോൾ പിന്നെ ആരുടെ കൂടെ കൂടുതലും ഈ പല്ലാവൂരുകാരുടെ കൂടെ തന്നെ? പല്ലാവുകാരെയും അന്ന് കോങ്ങാട് വിജയേട്ടൻ്റെ കൂടെ, അതിൻ്റെ ശേഷം പരമേശ്വരന്മാരുടെ കൂടെ. പിന്നെ അപ്പോഴേക്കൊക്കെ ഈ കുറേശ്ശൊക്കെ അത്യാവശ്യം പ്രമാണങ്ങൾ ധാരാളം വരാൻ തുടങ്ങി. പിന്നെ അങ്ങനെ അന്നത്തെ പഞ്ചവാദ്യം തുടങ്ങി ഏകദേശം എത്ര മണിക്കൂർ കൊട്ടിയിരുന്നു ഒരു സാധാരണ പഞ്ചവാദ്യമാണെങ്കിൽ? എങ്ങനെയാലും പുറമെ പോയി ഒരു 2.5 മണിക്കൂറോ 3 മണിക്കൂറോ ഈ നടന്നു പോവല്ലേ. ഒരു കൃത്യമായിട്ടൊരു ഇതില്ല. നമ്മുടെ നാട്ടിലെ ഒരു ക്ഷേത്രോത്സവത്തിൽ നിന്ന് പഞ്ചവാദ്യമാണ് വിചാരിക്കുക. അത് വളരെ കഷ്ടിയാണ് അന്നത്തെ കാലത്ത്. ഇന്നത്തെ അത്ര ഇല്ല. ഇന്നിപ്പോൾ ഈ ആസ്വാദന പഞ്ചവാദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനവർക്ക് മറ്റേ ഇത്ര സമയം ഒന്നും കണക്കില്ലാണ്ട് ഒരു കൃത്യമായ ഒരു കണക്ക് നിങ്ങൾ പഞ്ചവാദ്യം കൂട്ടിയാൽ മതി, 2.5 മണിക്കൂറൊന്നും അറിയണ്ട. അങ്ങനെ തുടങ്ങിയിട്ടുള്ള തരത്തിലുള്ള പഞ്ചവാദ്യങ്ങൾ ആസ്വാദന പഞ്ചവാദ്യങ്ങളായിട്ട് ധാരാളമുണ്ട്. നടപ്പര പഞ്ചവാദ്യം എന്നൊക്കെയാണ് പേര് പറയുന്നത്. പുതിയ ആസ്വാദന രീതിയുടെ ഒരു പശ്ചാത്തലത്തിലാണ് അതിൻ്റെയൊക്കെ. അങ്ങനത്തെ ഈ നിന്നുകൊട്ടൽ വളരെ കുറവാണ് അല്ലേ, ദുർലഭമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഈ നടന്നുകൊട്ടൽ പോലുള്ള. അതെ. അപ്പോൾ പതികാലവും രണ്ടാമത്തെ കാലവും മറ്റേ ഒരിക്കൽ തുടങ്ങുന്നിടത്ത് കൊട്ടി കഴിഞ്ഞ് പിന്നെയും നടക്കുക. പിന്നെ അങ്ങനെ നടന്നു പോയി പിന്നെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇടകാലം കൊട്ടുക, അമ്പലത്തിലെത്തി അവിടെ ബാക്കി ആസ്വാദകരൊന്നും ഉണ്ടായിരുന്നില്ലേ? ആസ്വാദകരുടെ ആ ഒരു നിലവാരത്തിൽ അന്നും ഇന്നും തമ്മിൽ എന്താ ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്? ആസ്വാദകർ അന്ന് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു കുറച്ചും കൂടിയൊക്കെ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർ. ഇന്ന് അത് പക്ഷേ ആസ്വാദകരുടെ എണ്ണങ്ങൾ ധാരാളം കൂടിയിട്ടുണ്ട്. വളരെയധികം ആസ്വാദകരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. കലാകാരന്മാരായിട്ടുള്ള ബന്ധം കൂടിയിട്ടുണ്ട്. ആസ്വാദകരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അതുപോലെ കലാകാരന്മാരുടെ എണ്ണോ അന്ന് തിമലക്കാർ ഇത്രയ്ക്ക് ഉണ്ടായിരുന്നു? ഇല്ല. അന്ന് ചെണ്ട പഠിച്ചവർ മാരാമാർ അത്രയും ഇല്ല. അന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഒരു 70 കാലഘട്ടങ്ങളിൽ 60 കാലഘട്ടങ്ങളിൽ തന്നെ പിന്നെ ഈ അതല്ലാത്ത വേറെ സമുദായത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ കൂടെ കൂട്ടുന്നൊരു സമ്പ്രദായമൊന്നും കാര്യമായിട്ട് അതേമാതിരി തന്നെ കലാമണ്ഡലത്തിൽ 65 ക്ലാസ് തുടങ്ങി. കലാമണ്ഡലത്തിൽ 65 ക്ലാസ് തുടങ്ങിയപ്പോൾ അവിടെ ഇപ്പം ഇന്ന ജാതിയിൽപ്പെട്ട ആളൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് ധാരാളം വിദ്യാർത്ഥികൾ പല ജാതികളിൽ നിന്നും വന്നുപോയിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കലാമണ്ഡലം അതിലൊരു ശരിയായ പങ്ക് വഹിച്ചിട്ടുണ്ട് തന്നെയാണ് പറയുന്നത്. അവിടുന്ന് അങ്ങോട്ടാണ് കുറച്ചും കൂടി ഈ ധാരാളം തിമിലക്കാരും ഇതൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. സാഹചര്യം ഉണ്ടായി, സാധ്യതയുണ്ടായി. പിന്നെ പഞ്ചവാദ്യം അന്നത്തെ കാലത്തേക്കാൾ കൂടുതൽ പഞ്ചവാദ്യം ഇന്നത്തെ കലാകാരന്മാരും കൂടുതൽ ആസ്വാദകരുടെ എണ്ണത്തിലും കൂടി അല്ലേ? അവതരണ രീതിയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം അന്നത്തെ ഇന്നത്തെ കുറച്ചും കൂടി ചടുലായുള്ള അവതരണ രീതിയാണ് അപ്പൊ ഇന്ന് കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം. അപ്പൊ ഇടകാലം അങ്ങനെ തുള്ളിക്കണ ഇടകാലമാണ്. അതിങ്ങനെ അപ്പൊ അവർക്ക് അങ്ങനെയുള്ള കൂട്ടിക്കൊട്ടുകൾ വേണം. കൂട്ടിക്കൊട്ടിന് പ്രാധാന്യമുള്ളതും അങ്ങനെ അതിങ്ങനെ ദ്രുതഗതിയിൽ നിർത്തുകയും വേണം. ഈ പുതിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഫാസ്റ്റിന്റെ അല്ലെ സ്പീഡിന്റെ കാലഘട്ടമാണ്. അത് നമ്മളെ ഈ പഞ്ചവാദ്യത്തിലും ബാധിച്ചിട്ടുണ്ട്. അല്ലാച്ച അവർക്ക് പതിഞ്ഞ കാലത്തിൽ കൂട്ടിക്കൊട്ട് കൂട്ടിയ ഉദാഹരണത്തിൽ മാലാടണതൊക്കെ കൂട്ടിയ
പിന്നെ അവിടെ രണ്ടാമത്തേക്ക് ആകുമ്പോഴേക്കും നീച്ചു പോരും ആൾക്കാരല്ലേ. അത് ശരിയാണ്. ആ ഒരു വ്യത്യാസം അതിൻ്റെ ആ പതിഞ്ഞ കാലത്തിൽ ഉള്ള കാര്യങ്ങളെ ആസ്വദിക്കാനുള്ള ക്ഷമ അന്നത്തെ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞടങ്ങി. അപ്പോൾ അത് കാരണം അത് അവതരിപ്പിക്കാൻ ഉള്ള അല്ലെങ്കിൽ അത്ര കേമായിട്ട് അവതരിപ്പിക്കാനുള്ള കളരിയിൽ പഠിച്ച ആ ഒരു താഴ്ന്ന കാലത്തിലുള്ളത് ഇപ്പൊ നമുക്ക് പ്രയോഗിക്കാനുള്ള അവസരം കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അവസരം കുറഞ്ഞു അല്ലേ. ഞാൻ ഒരു പ്രാവശ്യം കലാമണ്ഡലത്തിൽ പിന്നെ അന്നമരുടെ പരമേശ്വരന്മാരാശ എഴുതി ചിട്ടപ്പെടുത്തിയിട്ടുള്ള അവിടുത്തെ വിദ്യാർത്ഥികളും ബാക്കിയുള്ള കുട്ടികളും ഒക്കെ ആയിട്ട് അങ്ങനെ ആയിട്ട് ഒരു പ്രാവശ്യം അവതരിപ്പിക്കുകയുണ്ടായിട്ട് അന്നമരുടെ അന്നമരുടെ അമ്പലത്തിലും അതെ 1-2 പ്രാവശ്യം അങ്ങനെ അവതരിപ്പിക്കാനുള്ള ശ്രമം നടന്നുണ്ട്. കലാമണ്ഡലത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ അവതരിപ്പിക്കേണ്ടായിട്ടുണ്ട്. ആശാന്റെ അത് വളരെ പതിഞ്ഞിട്ടാണ്. ആ 30 അരമണിക്കൂറോളം വരും അതിൻ്റെ ഒരു താളവട്ടം കഴിയാൻ. അതെ. അപ്പൊ അത്രയും ക്ഷമയുള്ളവർക്ക് കേട്ട് നിൽക്കാനും പറ്റും, കൊട്ടാനും പറ്റുള്ളൂ, കേട്ട് നിൽക്കാനും പറ്റുള്ളൂ. അത് ചോദിച്ചപ്പോൾ ഈ കളിക്കൊട്ട് പഠിച്ചതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് പിന്നെ തിമലയിലേക്ക് ഏതെങ്കിലും തരത്തിൽ സന്നിവേശിപ്പിക്കാനോ അതിനൊക്കെ ഇപ്പോൾ ഒരു മേളപ്പദത്തിൽ എവിടേക്കോ 1-2 ഭാഗത്ത് തിമലയൊക്കെ വെച്ചിട്ടുള്ള ഒരു മേളപ്പദം ഉണ്ടായിരുന്നുണ്ട് അല്ലേ? അതും ഉണ്ണികൃഷ്ണന്റെ ഒരു താല്പര്യം തന്നെയാണ് അന്ന് ഉണ്ടായത്. മേളപ്പദത്തിൽ എണ്ണങ്ങൾ കൊട്ടുക അങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായങ്ങൾ. അതിൽ ചെമ്പ താളം പിടിച്ചിട്ട് അതിൽ എണ്ണങ്ങൾ കൊട്ടുക. അപ്പോൾ അതിൽ ചെണ്ട ഒരു എണ്ണം കൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കലാശം കഴിഞ്ഞ് പിന്നത്തേനാണ് മദ്ദളത്തിൽ എണ്ണം കൊട്ടുക. അപ്പോൾ ആ ഒരു കലാശം കഴിഞ്ഞുള്ള ഗ്യാപ്പ് അവിടെ കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ അവിടെ വേറൊരു പ്രയോഗം ആവാം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ആണ് എന്നോട് പറയേണ്ടത്. അപ്പം ഇപ്പോൾ ഈ കഥകളിക്ക് അല്ലെങ്കിൽ ഈ എണ്ണങ്ങൾ പഠിച്ച തായമ്പയൊക്കെ എണ്ണങ്ങൾ പഠിച്ചുള്ള ആ ഒരു ധാരണ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പടി അങ്ങനെ കൊട്ടിയാൽ അതിന് ഭംഗി ഉണ്ടാവില്ല, അത് തീരുമാനമാണ്. അപ്പോൾ അതിലേക്ക് യോജിക്കാവുന്ന തരത്തിൽ തിമലയെ മാറ്റിയിട്ട് തിമലയിൽ എണ്ണങ്ങൾ ഒരു എണ്ണം ചിട്ടപ്പെടുത്തി അതിൽ ഓരോ കാലങ്ങൾക്കും ഓരോരോ പ്രത്യേക എണ്ണം ചിട്ടപ്പെടുത്തി അന്ന് വെള്ളിനേഴി വെച്ചിട്ടാണ് എന്തായിരുന്നു ഫംഗ്ഷൻ എനിക്ക് ഓർമ്മയില്ല ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അത് കഴിഞ്ഞ് ചെപ്പളശ്ശേരി ശിവേട്ടൻ്റെ പരിപാടിക്ക് അതിനും അവതരിപ്പിക്കേണ്ടായിട്ടുണ്ട്. അങ്ങനെ 1-2-3 സ്ഥലത്ത് അത് അവതരിപ്പിക്കേണ്ട. കളിക്കോട്ടിന്റെ പിന്നെ ഒരു കളിയരങ്ങില് ഈ തിമലയിട്ട് എത്തുന്നത് പിന്നെയും ഈ ഒരു ദിനാവും അല്ലെ? അങ്ങനെ ഒരു ദിനായിരിക്കും. പിന്നെ വിജയേഷൻ ദശമുഖരാവണം അതിൽ ഒരു കല ഒരു ഇതിനൊക്കെ പങ്കെടുക്കൊക്കെ ഒപ്പം ഉണ്ണികൃഷ്ണൻ തന്നെയാണ് അതിന്റെ ഒരു സംവിധാനം ഉണ്ടായിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഇതുവരെയൊക്കെ നമ്മൾ പഠനത്തിൻ്റെ കാര്യമാണ്, ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എങ്ങനെ അല്ലെങ്കിൽ ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് പഠിച്ചു പോയ കാര്യമാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് അങ്ങ് കലാമണ്ഡലത്തിൽ പോയൊരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് കലാമണ്ഡലത്തിലേക്ക് എത്തണ ഒരു ഭാഗമുണ്ട് അല്ലേ ജീവിതത്തിൽ. ആ ഒരു ഭാഗം എങ്ങനെയുണ്ടായതെന്ന് പറയൂ. അതിനും ഉണ്ണികൃഷ്ണൻ തന്നെയാണ് കാരണക്കാരൻ. അന്ന് ഉണ്ണികൃഷ്ണൻ അവിടെ പ്രിൻസിപ്പാളായിട്ടിരിക്കുന്ന സമയമായിരുന്നു. അവിടെ കലാമണ്ഡലത്തിൽ ഡിഗ്രി ഒക്കെ തുടങ്ങിയ കാലം ഒക്കെയാണ്. അപ്പോൾ സിദ്ധാന്തപരമായുള്ള കാര്യങ്ങൾ, അതായത് തിയറി പ്രാക്ടിക്കൽ മാത്രം പോരാ, തിയറിയും കൂടിയും പഠിക്കണം എന്നുള്ള ഒരു അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാൻ തോന്നുന്നു എനിക്ക് അതിലേക്കുള്ള ചാൻസ് വന്ന്. മാത്രമല്ല ഞാൻ ഉള്ളൊരു കൂട്ടുകാരനായിരുന്നല്ലോ പണ്ട്. അപ്പോൾ ഞാൻ എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് അറിയാൻ എന്ന ഒരാളാണല്ലോ അദ്ദേഹം. അങ്ങനെയാണ് ഞാൻ കലാമണ്ഡലത്തിൽ എത്തിപ്പെടുന്നത്. ഈ തിയറിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ, ശരിക്കും തിയറിയെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ ശരിക്കും കഥകളി ചെണ്ട പഠനം വളരെയധികം സഹായിച്ചു എന്നുള്ള കാര്യം വളരെ ഉറപ്പ്. പ്രത്യേകിച്ച് അച്യുതൻ ഒരു കളരിയുടെ. അതെ. അപ്പോൾ ഈ സ്വതവേ തന്നെ ഉണ്ട് നമ്മൾ ചെയ്യുന്നതിന്റെ നാലുപുറം എന്താ നോക്കുക, നമ്മൾ എന്താ ചെയ്യണത് എങ്ങനെ ചെയ്താൽ പോരാ. അപ്പൊ അതുകൊണ്ട് എന്തിനാണത് ചെയ്യണത്, എന്തുകൊണ്ടാണത് അങ്ങനെ വന്നത്, എന്തിനാണത് അങ്ങനെ എന്നുള്ളൊരു ചിന്തകള് അത് സ്വതേ കുറേശ്ശെ ഉള്ളിലുണ്ടായിരുന്നു. ആ കാലത്താണ് ഈ വിദേശ പരിപാടികൾ ധാരാളം വന്ന വെച്ചാൽ മട്ടന്നൂർ ശങ്കരൻ്റെ കൂടെ വിദേശ പരിപാടി. അപ്പോൾ കോട്ടക്കിൽ രവി ഉണ്ടാവും ഞങ്ങളുടെ കൂടെ. അപ്പം ഞങ്ങൾക്ക് ധാരാളം ഒഴിവ് സമയങ്ങൾ കിട്ടും ചർച്ച ചെയ്യാൻ ഒഴിവ് കിട്ടും. ഇരുന്ന് ചർച്ച ചെയ്തതിൻ്റെ ഒരു അനന്തര ഫലമാണ് ശരിക്ക് വേറെ ഒരു താളത്തിലൊരു പഞ്ചവാദ്യം ഉണ്ടാവുകയാണെന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ്. അപ്പോൾ വേറൊരു താളത്തിലൊരു പഞ്ചവാദ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ശരിക്കും ആ
നിലവിലുള്ള പഞ്ചവാദ്യത്തിനെ തുടച്ച് മിനുക്കി അതിനെ പറ്റിയിട്ട് വെക്കും മൂലി അടക്കം അറിയുക എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നത്. എന്നാൽ അതല്ലേ അങ്ങോട്ട് പകർത്തണമെങ്കിൽ ശരിക്കും പറയണമെന്ന് വെച്ചാൽ ഇത് തുടച്ച് മിനുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സത്യത്തിൽ എനിക്ക് അതിനുള്ള സൗകര്യമാണ് കിട്ടിയത്. അത് തുടച്ച് മിനുക്കനോട് കൂടിയിട്ട് ഇതിൻ്റെ സിദ്ധാന്ത പഠനമാണ് ശരിക്കും പറയണമെന്ന് വെച്ചാൽ അതിന് എനിക്ക് കിട്ടിയത്. അതിനുള്ള സപ്പോർട്ട് തന്നത് ശരിക്കും മട്ടന്നൂർ ആശാനാണ്. അതിനുള്ള വേണ്ട ഓരോന്ന് ചോദിക്കുമ്പോൾ കൃത്യമായുള്ള മറുപടി പറയും. അതാണ് ഒരു വേറൊരു താളത്തിലേക്ക് ഒരു പഞ്ചവാദ്യത്തിനെ പറ്റിയിട്ട് ചിന്ത പോയത്. ശരി, അങ്ങനെയാണ് പഞ്ചാരി പഞ്ചവാദ്യത്തിലേക്ക് എത്തിപ്പെടുന്നത്. 2001 അപ്പോൾ പ്രേക്ഷകരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ കൊട്ടിക്കൊണ്ടിരിക്കുന്ന പഞ്ചവാദ്യത്തിൻ്റെ ആ ഒരു താളവും ഇതും നിലവിലുള്ളത് ഏത് താളത്തിലാണെന്നുള്ളത് പറഞ്ഞാൽ എന്താ പറയുക, സാധാരണ പ്രേക്ഷകർക്ക് ഈ പെട്ടെന്ന് ഈ താളത്തിന്റെ അറിഞ്ഞുകൊള്ളുന്നില്ല. ത്രിപുട താളത്തിലാണ് സാധാരണഗതിയിൽ പഞ്ചവാദ്യം. ഒരൊറ്റ താളത്തിൽ ഒരു പഞ്ചവാദ്യം ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പഞ്ചവാദ്യത്തിന് ഏതാ താളം എന്ന് ചോദിക്കേണ്ട. മേളത്തിലാണെന്ന് ചോദിച്ചാൽ പഞ്ചാരി മേളം ഉണ്ട്, ചെമ്പട മേളം ഉണ്ടെന്ന് പറഞ്ഞ് പല തരത്തിലുള്ള മേളം. അത് പല തരത്തിലുള്ള മേളങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. പഞ്ചവാദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ താളത്തിലെ പഞ്ചവാദ്യം ത്രിപുട താളത്തിൽ മാത്രം. അപ്പോൾ ആ ത്രിപുട താളത്തിൽ നിന്ന് മേളങ്ങൾ ഉരുത്തിരിഞ്ഞ മാതിരി പഞ്ചവാദ്യം ഒന്ന് ഉരുത്തിരിഞ്ഞാലോ എന്നുള്ളൊരു ചിന്തയാണ് പോയി. അപ്പോൾ അതിൽ അങ്ങനെ വ്യത്യാസം വരുമ്പോൾ അത് എങ്ങനെ അതിൻ്റെ താളത്തിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കണം, അപ്പോൾ അതിലേക്ക് എങ്ങനെ കൊട്ടുകളെ സന്നിവേശിപ്പിക്കണം എന്നൊക്കെ പഠിച്ചപ്പോൾ ശരിക്കും പറയുക ഈ നിലവിലുള്ള പഞ്ചവാദ്യത്തിനെ കൂടുതൽ സ്ഫുടം ചെയ്യാൻ സാധിച്ചു. അതെനിക്ക് തിയറിയിലേക്കുള്ളൊരു പഠനത്തിനുള്ളൊരു വഴി വെച്ചു. അതാണ് ആ തിയറിയെ പറ്റിയിട്ട് കൂടുതൽ എനിക്ക് ഉള്ള ഒരു അറിവ് സന്ദർഭമായി മാറിയത്. അതെ അതെ അതെ. ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കലാമണ്ഡലത്തിൽ അധ്യാപകനായിട്ട് ചെന്ന് ചേരുന്നത്. ഇന്നൊക്കെ അവിടെ കൂടുതൽ പ്രാക്ടിക്കൽ ഉള്ള പാഠങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിയറിറ്റിക്കലായിട്ട് അന്നമനയുടെ പരമേശ്വരമാരാശാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയത് അതേവരെ ആ പുസ്തകം ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ തിയറിറ്റിക്കൽ വശങ്ങൾ. അത് കലാമണ്ഡലത്തിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യം വന്നപ്പോൾ അതന്നെ പഠിപ്പിക്കേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ഊന്നുകയും അവരിൽ നിന്ന് അവരുടെ അതിൻ്റെ ആ സമ്പ്രദായങ്ങൾ ശരിക്കും അവിടെ ആശാനുണ്ടായിരുന്ന സമ്പ്രദായം പിന്തുടർന്ന് വന്ന സമ്പ്രദായം കേൾക്കുകയും ചെയ്തതോട് കൂടിയിട്ടാണ് എനിക്ക് അതിനോട് കൂടുതൽ പഠിക്കാനുള്ള താല്പര്യം. അങ്ങനെയാണോ ആ ഒരു പുസ്തകം അങ്ങനെ ഉണ്ടായത് തോന്നുന്നു അല്ലേ, കലാമണ്ഡലം ഇറക്കിയ? അതെ 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 അങ്ങയുടെ ഒരു നേതൃത്വത്തിലുള്ള. അതെ അതെ അപ്പം അങ്ങനെയാണ് എനിക്ക് തിയറിറ്റിക്കലായിട്ട് പഠിക്കാനും ആ പുസ്തകത്തിനെ കൂടുതൽ അറിയാനും ആശാൻ കണ്ടുള്ള പഞ്ചവാദ്യം എന്താണ്, തിയറിറ്റിക്കലായുള്ള വശങ്ങളിലുള്ള പഞ്ചവാദ്യം എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ സാധിച്ചത്. പക്ഷേ ആശാൻ്റെ പുസ്തകം നിലവിലില്ല, അത് ഔട്ട് ഓഫ് പ്രിൻ്റ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടു. അപ്പോൾ അത് ഒരു പ്രാവശ്യം അങ്ങനെ കലാമണ്ഡലം അതിൻ്റെ ഒരു DTP ഒക്കെ എടുത്തിട്ട് ഒരു ശ്രമം നടത്തി നോക്കി. 2007 ഒരു ശ്രമം നോക്കി. പക്ഷെ അതിൽ മുഴുവൻ തെറ്റുകൾ വന്നിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ പറ്റാണ്ടായിട്ട് അത് മുക്കിലിട്ട് തീരേണ്ടി വന്നു. അന്ന് റെയ്സാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇങ്ങനെ പുതുതായിട്ട് DTP എടുത്ത് സംഗതി നേരേക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പലരോടും ചോദിച്ചു, പക്ഷേ ആരും തയ്യാറായില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ പഠിക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ ആ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും അന്ന് മുതൽക്ക് ശ്രമിച്ചിട്ട് ആ പുസ്തകത്തിൻ്റെ തയ്യാറെടുപ്പ് ചെയ്യുകയും ചെയ്തു. അതിൽ പ്രധാനമായിട്ട് എന്താ പറയണമെന്ന് ചോദിച്ചാൽ ആശാൻ അത് വരിക്ക് വെറുതെ അങ്ങോട്ട് എഴുതിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ അത് പഠിക്കുമ്പോൾ ഇപ്പോൾ കിടത്തക തക്കണ കിടത്തക എന്ന് ചോദിച്ചാൽ അത് എഴുതുമ്പോൾ താത്ത കിടത്തക തക്കണ കിടത്തക എന്ന് എഴുതാൻ പറ്റുള്ളൂ. അതിൻ്റെ സർവ്വലഘുക്കളൊന്നും എഴുതാൻ പറ്റില്ല. എന്ന് മാത്രമല്ല അതൊരു വരിയിലൊന്നല്ല, ആശാൻ അങ്ങനെ എഴുതി പോയിട്ടാണ്. അപ്പോൾ അതിനെ ഒരു കൃത്യമായൊരു വരി കൃത്യമാക്കി ഒരു ചമ്പടവട്ടത്തിൽ 32 അക്ഷരങ്ങളാക്കിയിട്ട് ക്രമപ്പെടുത്തി എഴുതി അതിന് നിശബ്ദ സ്ഥലത്തൊക്കെ മാർക്ക് ചെയ്തു. ഇതിൻ്റെയൊക്കെ പുറമെ അതിനെ അങ്ങോട്ട് റെക്കോർഡ് ചെയ്തു. അത് ശരി. റെക്കോർഡ് ചെയ്തിട്ട് ഓരോ താളവട്ടങ്ങളുടെയും തലക്കിൽ QR കോഡ് വെച്ചു. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ കേൾക്കാം. അപ്പോൾ അത് ഓഡിയോ കേട്ടുകൊണ്ട് ഇത് പഠിക്കാം. ആ ഒരു പുസ്തകത്തിൻ്റെ വർക്കിലോട് കൂടിയിട്ട് അദ്ദേഹം കണ്ടുള്ള പഞ്ചവാദ്യത്തിൻ്റെ തിയറി മുഴുവൻ നമുക്ക് ഹൃദിസ്ഥായും അത്
പിന്നീട് വരുന്ന MA ക്ലാസ് തുടങ്ങുകയും ചെയ്തു. പിന്നെ ആ കുട്ടികൾക്കുള്ള ആ പഠനം ആ തരത്തിൽ ആ സിലബസ് ആയിട്ട് സിലബസായിട്ട് മാറി. അങ്ങനെ ആ തരത്തിൽ ശരിക്കും അധ്യാപനം കൊണ്ട് നമ്മൾ ഒന്നുകൂടി നല്ല വിദ്യാർത്ഥിയായി എന്ന് പറയാം. തീർച്ചയായിട്ടും കലാമണ്ഡലത്തിൽ പോയതിന് ശേഷമാണ് ഇന്നും കൂടി ഈ വക വിഷയങ്ങളിലേക്ക് കൂടുതൽ അവഗാഹം ഉണ്ടായത്. അവിടെ ആ സമയത്ത് വേറെ ആരെങ്കിലും തിമില പഠിപ്പിക്കാൻ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ? ഇല്ല, മധുവാശാനാണ് പിന്നെ അവിടെ ഉണ്ടായിരുന്ന മധു. അദ്ദേഹത്തെ 2009 ഞാൻ ചെല്ലണതിന്റെ മുമ്പ് റിട്ടയറായി പോയിട്ടുണ്ട്. പിന്നെ താൽക്കാലിക ജീവനക്കാരൻ അത്രേ ഉള്ളൂ. അപ്പൊ ശരിക്കും ഇപ്പൊ തിരുമേനിയുടെ ഒരു കണ്ണിലൂടെ ഉള്ള ഒരു സിലബസ് ആണ് ആ സമയത്ത് അവിടെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. അതിന് ഈ പുറം ശൈലിയും അവിടെ പഠിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ശൈലി, പുറം ശൈലി ഞാൻ ഉദ്ദേശിച്ചത് ഈ പല്ലാവൂര് പോലുള്ള നമ്മുടെ പഴയ രീതിയിലുള്ള ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചിരുന്ന ശൈലിയും അവിടെ ആ കലാമണ്ഡല ശൈലിയും തമ്മിൽ അത് ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ താരതമ്യം ചെയ്യുമ്പോൾ? മറ്റേ ഗുരുകുല സമ്പ്രദായത്തിൽ അവർക്ക് ഈ തിയറിറ്റിക്കലായിട്ട് യാതൊരു പഠന രീതി സമ്പ്രദായമില്ല. അത് തത്തമ്മേ പൂച്ച 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 അങ്ങനെ ചെയ്യുക. അതൊരു 2-3 മാസം കൊണ്ട് ഒരു അരങ്ങേറ്റത്തിന് തയ്യാറാക്കുക അവർ. അത് ശരിക്കും പറയണമെന്ന് ചോദിച്ചാൽ ഒരു അരങ്ങേറ്റത്തിന് ഒരു വിദ്യാർത്ഥിയെ തയ്യാറാക്കണം ചോദിച്ചാൽ അയാൾ ഇപ്പോൾ തായമ്പേക്ക് അരങ്ങേറണമാതിരി തായമ്പയ്ക്ക് വേറെ ആളില്ലല്ലോ, അയാൾ തന്നെ കൊട്ടി അവസാനിപ്പിക്കണം. അതേമാതിരി തിമയിലേക്കും അതെ നടുക്കിൽ നിന്ന് ആ പഞ്ചവാദ്യം തുടങ്ങി കഴിയാറുള്ള പ്രാപ്തി വന്നതിന് ശേഷമേ ശരിക്കും അയാളെ അരങ്ങേറ്റം ചെയ്യിക്കാറുള്ളൂ. പക്ഷെ പുറമേ ഉള്ള അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. ഈ അതെ താളവട്ടങ്ങൾ മാത്രം പഠിപ്പിച്ചു കൊടുക്കും. കൂട്ടിക്കൂട്ടൊന്നും അവന് മുഴുവൻ നിശ്ചയം ഉണ്ടായിക്കോളുന്നില്ല. പിന്നെ ഈ കൂട്ടത്തിൽ നിന്നിട്ട് തലക്കിൽ നിന്നിട്ട് പഠിച്ചിട്ട് അപ്പം അങ്ങനെ വരുമ്പോൾ അതിൽ തെറ്റുകൾ അല്ലെങ്കിൽ അത് പല അശാസ്ത്രീയതകളും ഒക്കെ കടന്നു വരാനും അതാ വന്നിട്ടുണ്ട്. അപ്പോൾ ച്യുതി സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതാണിപ്പോൾ ഗുരുകുല സമ്പ്രദായം വഴി വരുമ്പോൾ മുഖത്തുനിന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ ച്യുതി വരാനുള്ള സാധ്യത. അത് ഒരാളിൽ നിന്ന് പകരുമ്പോണ്ടാകുന്ന ആ മൂല്യശോഷണം അത് സംഭവിച്ചിട്ടുണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ശരി. അത് അപ്പോൾ നമ്മളിപ്പോൾ ഈ കലാമണ്ഡലത്തിലെ അഭ്യസനത്തിൻ്റെ കാര്യം അധ്യാപകൻ എന്ന നിലയ്ക്ക് വന്നു പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ അന്നത്തെ കാലത്ത് ഒരു 4 കൊല്ലത്തെ ഡിപ്ലോമ കോഴ്സായിരിക്കും ഉണ്ടായിരുന്നുണ്ടാവുക. ഇപ്പൊ ഒരു ഗുരുകുലത്തിൽ പോയി പഠിക്കുകയാണെങ്കിൽ ഒരു വർഷക്കാലത്ത് 2-3 മാസത്തെ അഭ്യസനം. ഇനിയിപ്പോ 2 കൊല്ലമാണെങ്കിൽ തന്നെ ഒരു 3-6 മാത്രമുള്ള പഠനമേ അത്രേ ഉള്ളൂ. ഇനി പിന്നെ ഒന്നും അറിയാണ്ട് അങ്ങനെ തിമിരിയും തൂക്കിയിട്ട് പിന്നെ പോയി നിൽക്കണോ? അപ്പൊ ഈ ഒരു 3 മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 കൊല്ലത്തെ 6 മാസം കൊണ്ടോ ഒരു പഞ്ചവാദ്യം അരങ്ങേറ്റം കഴിച്ചു വിടുന്ന ഒരു രീതിയാണ് അവിടെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതൊന്ന് കിട്ടണത്. നേരെ മറിച്ച് ഇത് 4 വർഷം മുഴുവനായിട്ട്, ഒരു വർഷത്തെ മുഴുവൻ കോഴ്സ്, അങ്ങനെ 4 വർഷം മുഴുവനായിട്ട് പഠിച്ചിട്ടാണ് ഒരു പഞ്ചവാദ്യം കലാകാരൻ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. അത് MA കൂടി ആകുമ്പോഴേക്കും പിന്നെ 10 വർഷത്തെ കോഴ്സായി മാറി എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ 10 വർഷം പഠിക്കണത് പഞ്ചവാദ്യം തന്നെ, ഇവിടെ 3 മാസം കൊണ്ട് പഠിച്ച് അരങ്ങേറുന്നത് പഞ്ചവാദ്യം തന്നെ. അപ്പോൾ രണ്ടും പഞ്ചവാദ്യകാരനായിട്ടാണ് പുറത്തിറങ്ങുന്നത്. എങ്ങനെയാണ് ഈ 3 മാസം കൊണ്ട് പഠിച്ചിരുന്ന അല്ലെങ്കിൽ അത്രയ്ക്ക് ചുരുക്കിയിരുന്ന പഞ്ചവാദ്യത്തിനെ ഒരു 10 വർഷത്തെ ദൈർഘ്യമുള്ള ഒരു കോഴ്സിലേക്ക് അതിൻ്റെ ഒരു സിലബസും അല്ലെങ്കിൽ ഒരു തിയറി പാറ്റേണും ഒക്കെ എങ്ങനെയാണ് അങ്ങ് അത് രൂപീകരിച്ചെടുത്തത്? അത് ആദ്യം 4 വർഷത്തെ തുടങ്ങുന്ന സമയത്ത് 4 കൊല്ലത്തെ കോഴ്സായിരുന്നു. ഈ കഥകളി ചെണ്ടി 4 വർഷത്തെ കോഴ്സായിരുന്നു, മദ്ദളം 4 വർഷത്തെ കോഴ്സായിരുന്നു, ചുട്ടി 2 വർഷത്തെ കോഴ്സായിരുന്നു, വേഷം പാട്ടും 6 വർഷത്തെ കോഴ്സായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ പി ജി വന്നപ്പോൾ അതിലൊക്കെ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ കഥകളെ സാഹിത്യം ധാരാളം, പുതിയ കഥകൾ അതിലൊക്കെ പല കാര്യങ്ങളും വരുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അത്രയും ഇതിപ്പോൾ ഈ പഞ്ചവാദ്യം അല്ലാണ്ട് വേറൊരു വിഷയം പഠിക്കാനില്ല, അങ്ങനെ ഒരു സംഗതി ഉണ്ട്. പക്ഷേ പിന്നെ 4 വർഷത്തെ കോഴ്സ് നടന്നിരുന്ന സമയത്ത് രാവിലത്തെ സാധകം കഴിഞ്ഞാൽ ഒന്നാമത് കുട്ടികൾ കുറവാണ്, ഒരു വർഷം 2 ആളെ എടുക്കുള്ളൂ. അപ്പം മൊത്തം 4 വർഷത്തിന് ചോദിച്ചാൽ 8 ആളിന് മേലെ ഉണ്ടാവില്ല. അതിനെ ചിലത് കുഴഞ്ഞു പോയി അതിൻ്റെ ബാക്കി ഉണ്ടാവുള്ളൂ. ഈ 8 വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ രാവിലത്തെ സാധകം കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങിയാൽ രാവിലെ രാവിലത്തെ ഉച്ചവരെയുള്ള ക്ലാസ്, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സാഹിത്യ ക്ലാസ് എന്ന് പറഞ്ഞൊരു ചെറുതെന്നുണ്ടെങ്കിലും പിന്നെയും വൈകുന്നേരം സാഹിത്യ ക്ലാസ്. ആ രാത്രി ക്ലാസ് ഉണ്ടായിരുന്ന കാലത്ത് ഇതിനും രാത്രി ചൊല്ലി മറ്റേ താളവട്ടങ്ങളും എണ്ണങ്ങൾ ചൊല്ലിക്കുണ്ടായിരുന്നു. അത് ഞാൻ ചെല്ലുന്ന സമയത്ത് അതില്ല. അപ്പോൾ പഠിക്കാനുള്ള സമയമേ ഉള്ളൂ, ദിവസം മുഴുവൻ പഠിക്കുകയാണ്, യാതൊരു
തത്വദീക്ഷയില്ലാണ്ട് കുട്ടികളും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരെയും ശ്രദ്ധിച്ച് പഠിപ്പിക്കാനുള്ള ഓരോരുത്തരെയും ശ്രദ്ധിച്ച് പഠിപ്പിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഈ 4 വർഷം കഴിയുമ്പോഴേക്കും അവരെ ഒരു ശരിക്കും നടുക്കിൽ നിന്ന് ഒരു പഞ്ചവാദ്യം കൃത്യമായി പ്രമാണിക്കാനുള്ള അതിൻ്റെ ഉള്ളൊരു കഴിവോട് കൂടിയിട്ടാണ് ആ ഓരോ വിദ്യാർത്ഥികളും പുറത്തേക്ക് വരുന്നത്. പക്ഷെ അന്നും ആ 4 വർഷത്തെ കോഴ്സിൻ്റെ കാലത്തും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി തിയറിറ്റിക്കലായുള്ളൊരു പഠനങ്ങൾക്ക് എത്ര പ്രാധാന്യം കൊടുത്തു ചോദിച്ച സംശയമാണ്. അതെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി MA തലത്തിലേക്ക് അത് അങ്ങോട്ട് നീങ്ങാണ് ഉണ്ടായത്. MA അപ്പോഴേക്കും സ്കൂൾ പഠനമായി മാറി. സ്കൂൾ പഠനമായിട്ട് മാറിയപ്പോൾ രാവിലത്തെ സാധകം കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ കൂടുതലെടുക്കാൻ ഒരു വർഷം 4 ആളെ എടുക്കാൻ തുടങ്ങി. കൊല്ലങ്ങൾ കൂടി. അപ്പോൾ വിദ്യാർത്ഥികളും കൂടി, എണ്ണവും കൂടി, വിദ്യാർത്ഥികളുടെ എണ്ണങ്ങൾ കൂടി. എന്ന് മാത്രമല്ല 9:30 ക്ലാസ് തുടങ്ങി 12 മണി വരെയുള്ള ക്ലാസ് കഴിഞ്ഞാൽ ഉച്ച തിരിഞ്ഞിട്ട് അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസമാണ്. അപ്പോൾ പഠന സമയം പകുതി കുറഞ്ഞു അത് അങ്ങോട്ട് പോയി. അപ്പോൾ ഈ ഉള്ള സമയം കൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികളെ ഇത് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു, അപ്പോൾ അതാണ് ശരിക്കും പറയിച്ച മറ്റേ MA വരെ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഇത് മറ്റേ അതിൻ്റെ ഒരു വൈപുല്യം വന്നത് അവിടെയാണ് പറയണത്. 4 വർഷം കൊണ്ട് പഠിപ്പിച്ചു തരുന്നത് എന്തിനാ 10 വർഷം എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഈ തരത്തിലുള്ള വ്യത്യാസങ്ങൾ അവിടെ വന്നു. പഠിപ്പിക്കാനുള്ള സമയത്തിൻ്റെ പ്രശ്നങ്ങൾ, കുറവ് വന്നു. അവർക്ക് വേറെയും പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മാത്രമല്ല MAക്ക് എത്തിപ്പെട്ടാൽ അവിടെ സെമിനാർ വേണം, അസൈൻമെൻറ്റ് വേണം, പിന്നെ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ വേണം. അതിൻ്റെ തിയറിറ്റിക്കലായുള്ള പഠനങ്ങൾക്ക് കൂടുതൽ വേണം. താളങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ വലിയ കാര്യമാണ്. അതായത് ഇപ്പം നമ്മൾ ഈ ഗുരുകുല സമ്പ്രദായത്തിൽ ഈ പറഞ്ഞ പോലെ തിയറിയുടെ ഭാഗം നമ്മൾ സിദ്ധാന്തം ഒട്ടും നോക്കില്ല. ഈ പ്രായോഗികമായിട്ടുള്ളത് മാത്രമേ പഠിപ്പിക്കൂ. നേരെ കുറിച്ച് ഇതൊരു അക്കാദമിക് ലെവലിലേക്ക് വരുമ്പോൾ കലാമണ്ഡലം ഒരു സ്ഥാപനത്തിലാവുമ്പോൾ പരീക്ഷകളുണ്ട്. ഉണ്ട്. അപ്പോൾ തിയറിറ്റിക്കലായുള്ള പരീക്ഷകളുണ്ട്. സിദ്ധാന്തത്തിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ കലാമണ്ഡലത്തിന് മാത്രമല്ല സിദ്ധാന്തത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു ഭരണം. പക്ഷെ അത് പലർക്കും ആവശ്യമാണെന്ന് പലർക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ 15-ാം തീയതി തന്നെ ആ ഭരണജ്ഞാനത്ത് കുറച്ച് ആൾക്കാർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചിട്ട് തിയറിറ്റിക്കലായിട്ടൊരു ക്ലാസ് എടുത്താൽ തിരക്കില്ല. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ 25-ാം തീയതിക്ക് തൃശ്ശൂർ ചോദിച്ചിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിൽ കുറച്ചും കൂടി സിദ്ധാന്തത്തിനോട് ആളുകൾക്ക് താല്പര്യമുണ്ട് അല്ലേ? തോന്നുന്നു അറിഞ്ഞു പഠിക്കണം എന്ന് കുറച്ചും കൂടി ഒരു. അതെ, അപ്പോൾ ആ സിദ്ധാന്തത്തിൻ്റെ വൈപുലീകരണത്തിനാണ് MA വരെയുള്ള ഒരു പ്രധാനമായിട്ട് വന്നുള്ളത്. പിന്നെ അതിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി പഞ്ചാരി പഞ്ചവാദ്യം എന്നൊക്കെ പറഞ്ഞ് വേറിട്ട താളങ്ങളെ കുറിച്ചുള്ള പരിചയപ്പെടലും, അതിൻ്റെ പുറമെ ഇപ്പം നേരത്തെ ഈ മേളപ്പതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അതേമാതിരി കേളി മുഴുമിപ്പിച്ചില്ല. നമ്മൾ ത്രിപുടയിലാണ് നമ്മൾ സാധാരണ കൊട്ടുന്ന പഞ്ചവാദ്യം എന്ന് പറഞ്ഞു. അതിനെ മാറ്റിയിട്ട് പഞ്ചാരിയിലേക്ക് കൊണ്ടുവരാണ്. അതെ 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 അത് 7 അക്ഷരകാലാണ് ത്രിപുട. ഇത് 6 അക്ഷരകാലമാണ്. ആ ഒരു അക്ഷരകാലത്തിൻ്റെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതിനനുസരിച്ച് അതിലത്തെ താളത്തിന് സംവിധാനം ഉണ്ടാക്കണം, വ്യത്യാസങ്ങൾ വരണം. എന്നാൽ അതിൻ്റെ നിയമപ്രകാരം അതിൻ്റെ സ്ട്രക്ചർ പ്രകാരം അതിൻ്റെ കൃത്യമായ അളവിലേ അത് വരാൻ പാടുള്ളൂ, കൃത്യമായി മുറിയുന്ന അതേ അളവിലേ വരാൻ പാടുള്ളൂ. പിന്നീട് ആ താളത്തിലേക്ക് അതിനെ കൊട്ടിനകളെ സന്നിവേശിപ്പിക്കണം. എന്ന് മാത്രമല്ല മട്ടന്നൂരാശാനായിട്ട് തന്നെ പ്രത്യേകത ഉണ്ടായിട്ട് തിശ്രത്തിൽ സാധാരണഗതിയിൽ വേറെ ഒരു നടയിലും കൂട്ടിക്കുട്ടുകൾ ദേവരാരും ചിട്ടപ്പെടുത്തിയിട്ടില്ല. 5-ാമത്തെ കാലത്തിൽ കണ്ടനടയിലൊരു കൂട്ടിക്കൊട്ട് മാതിരി താളവട്ടന്മാർ തന്നെ കൊട്ടണേ ഉള്ളൂ. അത് അങ്ങനെ ഒരു സമ്പ്രദായം പണ്ട് മുതലൊക്കെ ഇങ്ങനെ തുടങ്ങി വെച്ചതല്ലാതെ വേറെ വൈവിധ്യങ്ങളൊന്നും വരുത്തുന്ന കൂട്ടിക്കൊട്ടുകളൊന്നുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈ പഞ്ചാരി പഞ്ചവാദ്യത്തിൻ്റെ ആവിർഭാവത്തോട് കൂടിയിട്ടാണ് എല്ലാ കാലങ്ങളും തിശ്ര നടയിൽ തന്നെ കൂട്ടിക്കൊട്ടാണ്. അത് റിഹേഴ്സൽ ചെയ്ത് ചിട്ടപ്പെടുത്തിയിട്ടാണ് അന്ന് പഞ്ചാരി പഞ്ചവാദ്യം അവതരിപ്പിച്ചത്. ഇന്ന് ധാരാളം കുട്ടികൾ ആ ഒരു ഇത് പിൻപറ്റുന്നുണ്ട്. ഒരു പഞ്ചവാദ്യത്തിലുള്ള കൂട്ടിക്കൊട്ടുകൾ പലതും തിശ്രത്തിലേക്ക് മാറ്റിയിട്ട് അതിന് പ്രത്യേക ഭംഗി വരുത്തിയിട്ട് അങ്ങ് കലാമണ്ഡലത്തിലെ അധ്യാപകനായിരിക്കുന്ന സമയത്ത് ഈ ഒരു ഇത് അവർ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു വഴി എന്നുള്ള നിലയ്ക്ക്. അതെ അല്ലേ? അതെ അതെ. അതുകൂടി നമ്മുടെ ഒരു സിലബസിൽ അല്ലെങ്കിൽ സിലബസിൽ ഉൾപ്പെടുത്താണ്ട് തന്നെയാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. അതെ അതെ. ഒരു ഇതിനോട് കൂടി ഒരു അഡീഷണൽ ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പുറമെ എന്താ സാധ്യമായുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എല്ലാ താളങ്ങളിലും തിമിലടച്ചിട്ടുണ്ടായിരുന്നു. ഈ തിമില വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കഥകളി വിദ്യാർത്ഥികൾക്ക് അടന്ത, ചമ്പ, ചമ്പട തുടങ്ങിയ എല്ലാ താളങ്ങളെ പറ്റിയിട്ടും
സാമാന്യനെ അറിഞ്ഞിരിക്കണവർ, അതിലൊക്കെ പ്രയോഗങ്ങളുണ്ട്. നേരെ മറിച്ച് ഒരു തിമല വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഇത്തരം താളങ്ങളെ പറ്റിയിട്ട് ഒന്നും അറിയില്ല. ഈ ത്രിപുട മാത്രം മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് എംഎക്ക് താളങ്ങളെ കുറിച്ച് മാത്രം ക്ലാസ് എടുക്കാൻ അച്യുതൻകുട്ടി അവിടെ ക്ലാസ്സിന് വേണ്ടി വരുത്തുകയും അത് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യത്യസ്ത താളങ്ങളെ അങ്ങനെ അതിനായിട്ട് വരികയും അതിൻ്റെ ക്ലാസ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം വിവിധ താളങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാൻ പാടില്ല, അതിന് പ്രയോഗിക്കാനുള്ള സന്ദർഭം ഉണ്ടാവും. അപ്പം അങ്ങനെ പ്രയോഗിക്കാനുള്ള സന്ദർഭം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ വിവിധ താളങ്ങളിലുള്ള തിമിലി അടച്ചിൽ, അത് ശരി. അപ്പോൾ ആ താളമായിട്ട് ഈ കുട്ടികൾക്ക് പരിചയം ഉണ്ടാവും. അതിലൊക്കെ തിമിലടച്ചിൽ ചിട്ടപ്പെടുത്തുക, അത് അവരെ കൊണ്ട് തന്നെ ചിട്ടപ്പെടുത്തിക്കുക, അവരെ കൊണ്ട് തന്നെ അത് പ്രയോഗിപ്പിക്കുക. അത് പൊതുവരങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ പ്രയോഗിച്ചു നമുക്ക് സ്വാധീനമുള്ള ആൾക്കാർ, പരിചയമുള്ള കുട്ടികളുടെ അടുത്തൊക്കെ ഉപയോഗിക്കാറുണ്ട്. കുട്ടികളെ ഇപ്പോൾ അവിടെയും ഇവിടെയൊക്കെ കുറേശ്ശെ പ്രയോഗിക്കുന്നുണ്ട്. അല്ല, അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇതൊരു പുതിയ വളർച്ചകളിലേക്ക് ഇതൊക്കെ എത്തുള്ളൂ. അതെ അതെ. അപ്പം തന്നെ അതേമാതിരി തന്നെയാണ് 1792 രക്ഷകാലം എന്ന് പറഞ്ഞൊരു ഒരു ഒരു സംവിധാനം അന്നമരുടെ പരമേശ്വരന്മാരുടെ സൃഷ്ടി. അപ്പോൾ അത് കഴിഞ്ഞാൽ താളവട്ടം കഴിഞ്ഞാൽ കൂട്ടിക്കൊട്ട് ഇപ്പം ഇന്ന് നിലവിലുള്ള കൂട്ടിക്കൊട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പോരാ. എന്നിട്ട് അതിങ്ങനെ വളരെ പതിഞ്ഞ് കൊട്ടുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഒരു 896 രണ്ടാം അധികാലത്തിലേക്ക് കടക്കണ സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പ്രത്യേകം കൂട്ടിക്കൂട്ട് ഉണ്ടാക്കി. അത് ഉണ്ടാക്കുകയല്ല ചെയ്തത്, 5ാം കാലം മുതൽക്ക് ഇങ്ങോട്ട് ഈ കൂട്ടിക്കൂട്ട് കണ്ടിട്ട് അടുത്ത കൂട്ടിക്കൂട്ട്, അതിൻ്റെ വിളംബകാലത്തിലെ കൂട്ടിക്കൂട്ട് എങ്ങനെ ഉണ്ടായി വരുന്നു, അതിൻ്റെ വിളംബകാലത്തിലെ കൂട്ടിക്കൂട്ട് എങ്ങനെ ഉണ്ടായി വരുന്നു എന്ന് കുട്ടികളെ പഠിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരു സമ്പ്രദായമാണ് ഞാൻ പഠന സമ്പ്രദായത്തിന് ഞാൻ സ്വീകരിച്ചത്. പുതിയ ആധുനിക കാലഘട്ടത്തിലെ സാമാന്യ വിദ്യാഭ്യാസത്തിൽ ഇപ്പം അങ്ങനെയാണല്ലോ. അതെ, കുട്ടികളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അവർ തന്നെ സ്വയം ഗവേഷകനായി മാറുക എന്നുള്ള രീതിയിലാണ് എല്ലാ വിദ്യാഭ്യാസവും നടക്കുന്നത്. അപ്പം അതിന് സമാന്തരമായിട്ട് ഈ കലാവിദ്യാഭ്യാസത്തിലും അങ്ങയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ടെന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ MA കഴിഞ്ഞ ഇപ്പോൾ 2 വിദ്യാർത്ഥികൾ ഇപ്പോൾ PhDക്ക് ചേർന്നിട്ടുണ്ട്. അത് ശരി. അവർ രണ്ടും ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇതിൽ ഗവേഷണം. അതെ 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 അതെ. അതെല്ലാം അതിനുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഗൈഡ് ചെയ്യാനുള്ള ആൾക്കാരില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് ശരി. ഇതാണ് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത്. അതിലിപ്പോൾ അന്നമനന്ദ പരമേശ്വരന്മാരുണ്ടാക്കിയ 1792 അക്ഷരകാലത്തിൻ്റെ ഒരു കണക്ക് പറഞ്ഞല്ലോ. അതിങ്ങനെ താഴത്തേക്ക് വരുന്ന സമയത്ത് അതിലെങ്ങനെയാണ് ഇത് കുറഞ്ഞു വരണം, അക്ഷരം കുറഞ്ഞു വരണം എന്നുള്ളതും, അങ്ങുണ്ടാക്കിയ ഈ പഞ്ചാരി പഞ്ചവാദ്യത്തിൽ അതിൻ്റെ തുടക്കത്തിൽ എത്രയാണെന്നും അതെങ്ങനെയാണ് കുറഞ്ഞു വരണം, ആ ഒരു താരതമ്യത്തിന് വേണ്ടിയിട്ട് അതൊന്ന് പറയാൻ പറ്റുമോ? അത് കണക്കാണ്. കണക്ക് പറയുമ്പോൾ ചെറിയൊരു പ്രേക്ഷകർക്ക് മുഴുവൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് പറയാം. 7 അക്ഷരകാലമാണ് ത്രിപുട. 7 അക്ഷരകാലം 1 2 1 1 7 ഒന്നുകൾ ചേർന്നതാണ്. 7 ഒന്നുകൾ ചേർന്നതാണ് അതിൻ്റെ അടിസ്ഥാന താളമായ ത്രിപുട താളം. അതിന്നാണ് തുടങ്ങുന്നത്. തക്കിട്ട താക്ക താക്ക തക്കിട്ട താക്ക താക്ക, അങ്ങനെ ആ 7 ഇത് തുടങ്ങുന്നത്. അപ്പോൾ ആ 7 അക്ഷരകാലങ്ങൾ അതിൻ്റെ വിളംബകാലം വരുമ്പോൾ പിന്നെ × 2 എന്നല്ല വരണതെന്ന് അർത്ഥം. ഇവിടെ ഓരോന്ന് ഇരട്ടിക്കുകയാണ്. അപ്പോൾ 1 പോയിട്ട് 2 ആവണു. അപ്പോൾ 2 7കൾ ചേർന്നിട്ട് 14 ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 4 ആവണം അല്ലേ? 4 ആവണം. 4 7കൾ ചേർന്നിട്ട് 28 ആവണം. 4 8കൾ ചേർന്നിട്ട് 56 ആവണം. അങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പൊ എങ്ങനെ പോയാലും ഈ 7 എന്നുള്ള സ്ട്രക്ചർ ഒന്നും ഈ സാധനം മാറണില്ല. 7ന്റെ ഗുണിതങ്ങളായിട്ടാണ് അവര്. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ താണകാലം 112 അക്ഷരകാലം വരുന്ന ഇടകാലം എന്ന് പറയുന്നത്. അത് 7 16കൾ ചേർന്നിട്ട് 16 ഏഴുകൾ ചേർന്നിട്ടാണ് 112. അതേമാതിരി തന്നെ അതിൻ്റെ താണകാലം 224. അത് 7 32കൾ ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ വിളംബകാലം 448. അപ്പോൾ 7 64കൾ ചേർന്നിട്ടാണ് അവിടെ അതായിട്ട് വരുന്നത്. അതേമാതിരി തന്നെ പതികാലം 7 128കൾ ചേർന്നിട്ടാണ് 896 ആവണം. ഇപ്പോൾ ആശാൻ പറഞ്ഞുള്ള 1792 ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു കഷ്ണം 256 അക്ഷരകാലം വരും. അപ്പോൾ 256 256കൾ ചേർന്നിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഓരോ കഷ്ണം അങ്ങനെ വലുതായി വരിക. അങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്ര വേണമെന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്യാം ആ ഒരു സമ്പ്രദായം കൊണ്ട്. നേരെ മറിച്ച് ഇതിൻ്റെ ഈ വളർച്ചയുടെ സംവിധാനങ്ങളൊക്കെ
മേളങ്ങളിൽ നിന്നാണ് സ്വാംശീകരിച്ചത് എങ്കിലും പഞ്ചാരി പഞ്ചവാദ്യത്തിന് ഇനി ആ 96 വർഷകാലത്ത് നിന്ന് അപ്പുറം വരാൻ പറ്റില്ല. അത് ശരി. ഇതിനത് സാധ്യമാണ്. ഇതിന് ഈ വളർച്ചയുടെ ഈ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ വളരാൻ സാധിച്ചത്. അത് നേരെ പഞ്ചാരിയിലേക്ക് വരുമ്പോൾ 6 ഒന്നുകൾ ചേർന്നിട്ട് പഞ്ചാരി അടിസ്ഥാന വരും. പിന്നെ 6 രണ്ടുകൾ ചേർന്നിട്ട് 12 അക്ഷരകാലം. അങ്ങനെയാണ് അതിനെ ചിട്ടപ്പെടുത്തിയത്. അതെ, അവിടെ 96 പിന്നെ അതിൻ്റെ കൂടെ താഴത്തേക്ക് പോരേണ്ട രീതി അവിടെ നിന്നാണ് തുടക്കം അല്ലേ? 6, 12, 24, 48, 96, 192 അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം വരുന്നത്. ആ ഒരു 2 പാറ്റേണും തമ്മിലുള്ള ഒരു താരതമ്യം അതേപോലെ ഒരു പ്രാഥമികമായിട്ടാണ് ഇപ്പൊ മനസ്സിലായി. അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാലേ അപ്പൊ അതിന്റെ മുഴുവൻ ബാക്കിയുള്ളത് പറയാൻ പറ്റില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിന്റെ ഒരു ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ സിദ്ധാന്തത്തിന്റെ പ്രാധാന്യത്തിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ സ്ഥാപനത്തിൽ കലാമണ്ഡലത്തിലെ പോലെ ഒരു സ്ഥാപനത്തിൽ തിയറി വളരെ ഗംഭീരമായിട്ട് പഠിപ്പിച്ച് അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ അതിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമാണോ ഇപ്പോഴത്തെ പുതിയ തലത്തിലുള്ള ആസ്വാദകർ, പ്രത്യേകിച്ചും ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് പഞ്ചവായത്തിനെ പറ്റി സിമ്പോസിയങ്ങൾ, പ്രബന്ധാവതരണങ്ങൾ, ചർച്ചകൾ ഇതൊക്കെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അതിനിപ്പോൾ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയൊക്കെ അതിനൊരു സഹായമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഈ പുതിയ ആസ്വാദകരുടെ ഇടയിൽ ഈ തിയറി പഠനം അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിഞ്ഞാൽ കുറച്ചും കൂടി നന്ന് എന്നുള്ളൊരു ബോധ്യം അവർക്കും കൂടിയും വന്നിട്ടുണ്ട് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഇത് ഈ ഗുരുകുല രീതിയിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സമ്പ്രദായത്തിൽ അധ്യയനത്തിലും അവർക്കും ഇത്തരത്തിലുള്ളൊരു തോന്നലിപ്പോൾ ഉണ്ടാവേണ്ടത് എങ്ങനെയാണെങ്കിൽ, അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ തിയറി പഠിപ്പിച്ച് കുറച്ചും കൂടി നല്ല രീതിയിൽ അവിടുന്ന് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കലാകാരന്മാരെ പുറത്തിറങ്ങുമ്പോൾ നമുക്കും ആ ഒരു രീതിയിലൊന്ന് ചിന്തിച്ചുകൂടെ എന്നുള്ളൊരു തോന്നൽ ഈ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിപ്പിക്കുന്ന ആളുകളുടെ മനസ്സിലിപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. എന്താ ആശാന്റെ ഒരു അഭിപ്രായം? തോന്നി തുടങ്ങിയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ. അവർ പലപ്പോഴും ഇത്തരം സംശയങ്ങൾ ചോദിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്, വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അനവധി പുസ്തകങ്ങളിൽ ഈ സ്മരണിക എന്ന് തുടങ്ങിയുള്ള കലാസംബന്ധിയായിട്ടുള്ള എന്ത് പുസ്തകങ്ങൾ, ഇപ്പോൾ കേളി അങ്ങനെ തുടങ്ങിയിട്ടുള്ള കലാസംബന്ധിയായിട്ടുള്ള വാരികകൾ പുസ്തകങ്ങൾ, ഇതിലൊക്കെ മറ്റേ ഇതിനെക്കുറിച്ചുള്ള പഞ്ചവാദ്യത്തിനെ കുറിച്ചുള്ളതും കൊട്ടുകളെ കുറിച്ചുള്ള അതിൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ള ലേഖനങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ വന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് തന്നെ അനുഭവം ഉണ്ട്. ഞാൻ തന്നെ പല പുസ്തകങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും ലേഖനങ്ങൾ, അതൊരു കുറച്ചൊരു പഠനാർഹമായിട്ടുള്ള ലേഖനങ്ങളാണ് അല്ല ഇതിൻ്റെ ഒരു ഉണ്ണിഷേട്ടാ അതടിച്ചു ഏതോ ഒരു അതന്നെ എന്താ സിദ്ധാന്തപരമായിട്ടുള്ളത് ആസ്വാദകരും കുറേയൊക്കെ അത് പിൻപറ്റി വരുന്നുണ്ടെന്നും ഇപ്പം ഈ ലേഖനം എഴുതിയതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം ശരിക്കും അതായിരിക്കും അല്ലേ? ഇതിൻ്റെ ഒരു പ്രായോഗിക വശത്തിനെ പറ്റി എഴുതുക, പല മാഗസിനിലേക്കും അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടേ പറഞ്ഞു. അതൊക്കെ ഇതിൻ്റെ ഒരു തെളിവായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ പുറമെ ഈ സോദാഹരണ പ്രഭാഷണങ്ങൾ, പിന്നെ ഈ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ് അങ്ങനെയുണ്ട് അതിൻ്റെ ഇടയിൽ. അങ്ങനെയൊക്കെ പോവാറുണ്ട്. അങ്ങനെ പരിപാടി ശരിക്കും തിയറി തന്നെയാണ് നമ്മൾ പറയുക കൂടുതൽ. അവിടെ എങ്ങനെ പഞ്ചവാദ്യം ഉണ്ടായി വരുന്നത് അവര് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് അത് എന്നിട്ട് കൊട്ടി കേൾപ്പിച്ചു കൊടുക്കുക. കൊട്ടി കേട്ടാലേ അവർക്ക് കുട്ടികൾക്ക് കൊട്ട് കേട്ടാലാണ് ഉത്സാഹം ഉണ്ടാവുക. അതെ, അല്ല കുറച്ചും കൂടി മുതിർന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് ഇറങ്ങാൻ ഈ സോദാഹരണ പ്രഭാഷണങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അത് ധാരാളം സ്ഥലങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഭരണജ്ഞാനത്തെ തെക്ക ഭാഗങ്ങളിലൊക്കെ ക്ലാസ്സുകളുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്, പോകാറുണ്ട്. പിന്നെ കുറച്ചുകൂടിയും ഇന്നത്തെ കാലത്ത് ഈ അവതരണത്തിൽ ഇതെൻ്റെ മാത്രമല്ല കേട്ടോ, ഏത് കലയായാലും അവതരണത്തിൽ കുറച്ചും കൂടി ആളുകൾ ഒരു ഗൗരവം പുലർത്തുന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണും ഇതൊക്കെ ഉണ്ടാവുകൊണ്ട് നമ്മൾ മീഡിയ ഏത് സമയം ലൈവായിരിക്കല്ലേ. നമ്മൾ ഏത് ചെറിയൊരു സ്ഥലത്ത് ചെറിയൊരു പരിപാടി അവതരിപ്പിച്ചാലും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നിട്ട് ആർക്ക് വേണമെങ്കിലും ഇത് കാണാമെന്നുള്ള ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടിയും ഒരു ഗൗരവം അല്ലേ നല്ലോണം വേണം. എന്തെങ്കിലും പണ്ടൊന്നും അതൊന്നുമില്ലല്ലോ, നമ്മൾ പോണു കൊട്ടണു അല്ലെങ്കിൽ പാട് എന്താ വെച്ചാൽ ചെയ്യണു പോരണു, ആളുകൾ ശബ്ദം വായുവിലേക്കാണ്. ആ കണ്ടു നിന്ന ആളുകൾ കേൾക്കുക കാണുക ചെയ്യേണ്ടതല്ലാതെ അതിനപ്പുറം കാണുന്നില്ല, റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. ഇന്നിപ്പോൾ അതല്ല, ഓരോ മൊമെന്റും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, അത് ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തുന്നുണ്ട്. അപ്പോൾ കലാകാരനെ എല്ലാ മേഖലയിലും ഉണ്ടല്ല, കലാകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവൃത്തിയിൽ അവൻ ഒന്നും കൂടി ഒരു ഗൗരവം ശ്രദ്ധാലുവാവണം എന്നുള്ളത്. അപ്പൊ ഈ സിദ്ധാന്തമൊക്കെ കുറച്ചും കൂടി അറിഞ്ഞിരുന്ന ഒരാളാണെങ്കിൽ അറിയണ ഒരാളാണെങ്കിൽ
അയാൾക്ക് ഇതിൽ കുറച്ചുകൂടി ഒരു ശ്രദ്ധ കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും അല്ലേ? നമുക്ക് പുതിയ കാലത്തിൽ അതും കൂടി പറയാം. തീർച്ചയായിട്ടും അത് പറയാം. ഇപ്പോൾ ഈ കലാസഭയുടെ ഇപ്പോൾ ഒരു അധ്യാപന ഘട്ടത്തിൽ നമ്മളെത്തി. ഇനി അടുത്ത വീണ്ടും കലാമണ്ഡലത്തിൽ അങ്ങ് മറ്റൊരു വേഷത്തിൽ ഒന്നുകൂടിയും പോകുന്നുണ്ട് അല്ലേ? ഭരണസമിതിയിലെ ഒരു അംഗം എന്നുള്ള നിലയ്ക്ക്. അതിൻ്റെ ഒരു അനുഭവം എന്താണ്? അത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വരുമ്പോൾ അതിൽ ഒരു അശാസ്ത്രീയതമായുള്ള പല കാര്യങ്ങളെ പറ്റി പറയും. ഞാനത് അധികാരികളിലേക്ക് അത് എത്തിക്കുകയൊക്കെ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെയല്ല, അത് ഇന്ന പ്രകാരങ്ങളാവണം, അതിലത്തെ അപാകതകളെ പറ്റിയിട്ടൊക്കെ കുറേശ്ശെ സാധ്യമാവുന്ന തരത്തിൽ കുറേശ്ശെ അധികാരികളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിരിക്കാൻ തോന്നുന്നു മറ്റേ 2018 വാദ്യ വിഷയത്തിന് ഒരു ഡീൻ ആവശ്യമാണ് എന്ന് തീരുമാനപ്പെടുത്തുകയും അങ്ങനെ ഒരു ഡീനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതിനെ തുടർന്ന് ആ ഡീനുകളുടെ ഇടയിൽ നിന്ന് 2 ആള് ഭരണസമിതിയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു തോന്നുന്നു. ഓ ശരി. അങ്ങനെ വന്നു. കാരണം അവിടെ ഈ പഠന സംബന്ധമായുള്ള കാര്യങ്ങളെ മറ്റേ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാനും, അല്ലാതെ ഭരണപരമായുള്ള കഴിവല്ല, കുട്ടികളുടെ പഠന രീതികളിലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലും അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു അംഗം എന്നുള്ള നിലയ്ക്കാണ് പിന്നെ ഭരണസമിതിയിലേക്ക് എത്തിപ്പെടുന്നത്. അത് ശരി. ഭരണസമിതിയിൽ അവിടെ പ്രധാനമായിട്ട് നടക്കുന്നത് ഭരണകാര്യങ്ങളാണ് അവിടെ പ്രധാനം. അല്ലാതെ ഈ ഇതിന് അത്ര നമുക്ക് കളരിയെ പറ്റിയിട്ടുള്ള വിശദീകരണം അതൊന്നുമല്ല കൂടുതൽ അങ്ങനെ വരുന്നില്ല. എങ്കിലും അധികാരികളുടെ ഇടയിൽ ഇതിനെ പറ്റിയിട്ട്, അതിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ടും, കുട്ടികളുടെ വിഷയങ്ങളെ പറ്റിയിട്ടും, ഇതിൻ്റെ പഠന സമ്പ്രദായങ്ങളെ പറ്റിയിട്ടും, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളൊരു ബാങ്ക് ഉണ്ടാക്കാനൊരു ശ്രമം അങ്ങനെ കണ്ടായി. ആ കാലത്താണ് അത് ഒരു ബാങ്ക് ഉണ്ടാക്കാനൊരു ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ള നിലയ്ക്ക്. എന്നിട്ട് അതിന്ന് സെലക്റ്റീവായുള്ള ചോദ്യങ്ങൾ ചോദിക്കണം എന്നൊക്കെയുള്ള അത്തരം ഉള്ള കുറേ കാര്യങ്ങൾ ഇടപെടാൻ പറ്റിയിട്ടുണ്ട് ഭരണകാലത്ത്. പിന്നെ ആ കാലത്ത് ഞാൻ ഇരുന്നിരുന്ന കാലത്ത് കോവിഡിൻ്റെ പ്രസരം കാലഘട്ടമുള്ള സമയത്തായിരുന്നു. അപ്പോൾ ശരിക്കും പറയിച്ചാൽ വേണ്ട മാതിരി പ്രവർത്തിക്കാനുള്ള ഒരു സന്ദർഭം ഒന്നും അത്ര വേണ്ട മാതിരി കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കില്ല. പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾക്ക് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കലാമണ്ഡലമായിട്ടൊരു 3ാം ഘട്ട അടുപ്പം അങ്ങനെയാണ് വരുന്നത്. ആദ്യം വിദ്യാർത്ഥിയായിട്ട്, പിന്നെ അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക്, പിന്നെ ഒരു ഡീൻ എന്നുള്ള നിലയ്ക്ക് ഭരണസമിതിയിൽ വന്ന്. അതെ, അതൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം കലാമണ്ഡലത്തിലെ ഒരു വിദ്യാർത്ഥിയായിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ വലിയ കാര്യമാണ്. അതെ, ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തം തന്നെയാണ്. തീർച്ചയായിട്ടും. പിന്നെ ഡീനായിട്ട് പിന്നെയും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണസമിതിയിൽ നിന്ന് അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ പോരുകയും ചെയ്തു. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പുതിയ നിലയ്ക്കുള്ള ഡിഗ്രി പരിഷ്കരണം, 4 കൊല്ലത്തെ ഡിഗ്രി പരിഷ്കരണം, 1 കൊല്ലത്തെ MA ആയിട്ട് ഉള്ള സിലബസ് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടുള്ള അതൊക്കെ ഇപ്പോൾ അടുത്ത വർഷം മുതലൊക്കെ അത് നടപ്പിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സിലബസ് പരിഷ്കരണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ സജീവമായിട്ട് ഇടപെടാറുണ്ട്. അപ്പോൾ ഈ കലാമണ്ഡലത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ, അതായത് ഒരു പ്രയോക്താവ് എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്തിന് പോയി തുടങ്ങിയ കാലം മുതലേ കുട്ടികളെ അഭ്യസിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ലേ അന്ന് തന്നെ? ധാരാളം ഇല്ല എന്ന് പറയണം. അതെ അല്ലേ? ഒരു പ്രാവശ്യം ഇങ്ങനെ ചെറുതാഴം അവിടെ ഒരു പഞ്ചവാദ്യ സംഘം ഉണ്ടാക്കിയിട്ട് അവിടേക്ക് ഒരു 3 മാസത്തെ അവർക്ക് അവിടെ അത്യാവശ്യം കൊട്ടുന്ന ആൾക്കാരാണ്. അവർക്ക് ക്ലാസ് എടുത്ത് തുടക്കം എന്ന് പറയുന്നത് ചിലപ്പോൾ അതായിരിക്കാം അല്ലേ ആദ്യകാലത്ത്. അതെ, അത് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാണ് എന്നെ അവിടെ ആളാക്കിക്കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊളത്തൂര്, അതും ഉണ്ണീഷാശാൻ തന്നെയാണ് എന്നെ അവിടെ കൊണ്ടാക്കിയുള്ളത്. കൊളത്തൂര് കുറച്ച് ആൾക്കാർ, ഒരു 6-7 ആൾക്കാർ തിമല അഭ്യസിക്കാനും പഞ്ചവാദ്യം ഇല്ല, തിമല മദ്ദളത്തിന് 2 ആളുണ്ടായിരുന്നു എന്നാണ് ഓർമ്മ. രവിയാണ് അവിടെ ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ശരിക്കും കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ തന്നെ ആയിരിക്കും പിന്നീട്. അതെ, അവിടെയൊക്കെ ഞാൻ ഈ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞു, അത് കഴിഞ്ഞ് ചെർപ്പളശ്ശേരി ഉണ്ടായിട്ട് ഒരു സംഘത്തിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നായ്ക്കാലി എന്ന് പറഞ്ഞിട്ട് മട്ടന്നൂർ അടുക്കെ ഒരു സംഘത്തിനെ അവതരിപ്പിച്ചു. അവിടെയൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് തന്നെ
ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നടുക്കിൽ നിന്നിട്ട് പഞ്ചവാദ്യം തുടങ്ങി കഴിയുന്ന പരുവത്തിലുള്ള ആക്കിയതിന് ശേഷം അന്നേ ഈ തിയറിക്ക് ഒരു പ്രാധാന്യം മനസ്സിൽ അന്നേ കൊണ്ടു നടക്കുന്നുണ്ട് അല്ലേ? ആ രീതിയിൽ പരമാവധി അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെയാണ്. അപ്പൊ അവരിലൊക്കെ അതിന്റെ ആ ഒരു നാമ്പ് ഉണ്ടാക്കി വെച്ചിട്ടേ ഞാൻ പോന്നിട്ടുള്ളൂ. അത് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക്, പിന്നെ അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക്, പിന്നെ പ്രയോക്താവ് എന്നുള്ള നിലയ്ക്കൊക്കെ ഈ ഒരു യാത്രയിൽ പുരസ്കാരങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അങ്ങേ തേടി വന്നിട്ടുള്ളത്? ഇപ്പോൾ ഏറ്റവും വലിയ പുരസ്കാരം ഈ പറഞ്ഞ മാതിരി 2018 കേരള സംഗീത നാടക അക്കാദമി ആണ് അത് അവാർഡ് തന്നിട്ട് പഞ്ചവാദ്യ തിമിലയ്ക്ക് അന്ന് രാധാകൃഷ്ണൻ നായരായിരുന്നു സെക്രട്ടറി. ആ കാലത്താണത് അതിൽ വന്നിട്ടുള്ളത്. പിന്നെ ക്ഷേത്രങ്ങളിൽ ഉള്ള പല ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവ് തുടങ്ങിയുള്ള അങ്ങനെ കുറേ, ഇപ്പോൾ കാലടി ഒരു മഞ്ഞപ്ര ക്ഷേത്രം ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് അനവധി ക്ഷേത്രങ്ങളിൽ നിന്ന് പുരസ്കാരങ്ങളും ഗോൾഡ് സ്വർണ്ണമുദ്രകളും പിന്നെ ശിഷ്യന്മാരുടെ വകയും അങ്ങനെയൊക്കെ ആയിട്ട് ധാരാളം അംഗീകാരങ്ങളും ആദരവുകളും അങ്ങനെയൊക്കെ ധാരാളം. അത് എത്രയെന്നോ എങ്ങനെയാണെന്നൊന്നും പറയാനറിയില്ല. തൃശ്ശൂർ പൂരത്തിൽ ഏത് കാലത്താണ് അംഗമായിട്ട് തുടങ്ങിയത്? 96-ലാണ് ഞാൻ തൃശ്ശൂർ പൂരത്തിൽ ചെല്ലണത്. മടത്തിലവരവ് പഞ്ചവാദ്യം, തൃശ്ശൂർ പൂരത്തിൽ മടത്തിലവരവ് പഞ്ചവാദ്യത്തിലാണോ പ്രാധാന്യം? അന്ന് എല്ലാവരും മണിയന്മാരാണ്. അതെ, മണിയേട്ടനാണ് അന്ന് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് മണിയേട്ടൻ മാറി കുഞ്ഞുട്ടേട്ടനായി. കുഞ്ഞുട്ടേട്ടൻ മാറി പരമേശ്വരനായിട്ട് മാറി. പരമേശ്വരൻ മാറിയതിന് ശേഷം ഒരു കൊല്ലം കേരളത്തിൽ കുട്ടപ്പൻ ഉണ്ടായി. പിന്നെ കുട്ടപ്പന് മാറി. ഇപ്പോൾ മധുവാണ് വന്നത്. രണ്ടാമത്തെ തിമിലയായിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. 96 മുതൽ ഇപ്പോൾ ഈ 2024 കാലത്ത് അതെ അല്ലേ? ആ കോവിഡ് മുടങ്ങിയ കൊല്ലം മാത്രമേ കൊട്ടായുണ്ടായിരുന്നു. അത്ര ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയല്ല. അതിലിടയ്ക്ക് ഒരു 1-2 കൊല്ലം മറ്റേ അമേരിക്കയിൽ ചില പരിപാടികൾ ഉണ്ടാകുകൊണ്ട് ലീവ് എടുത്തിട്ട് പോകുന്നുണ്ട്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാ കൊല്ലവും സ്ഥിരാംഗമായിട്ടുണ്ട്. രണ്ടാമത്തെ തിമിലയായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരുമാതിരി ഇപ്പം നമ്മുടെ ഈ മധ്യകേരളത്തിലുള്ള മിക്കവാറും പ്രാമാണ്യമുള്ള പഞ്ചവാദ്യങ്ങളിലൊക്കെ അല്ലേ? എവിടെയെങ്കിലും കൊട്ടിയില്ല എന്നുള്ളൊരു ഖേദം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കൊട്ടാൻ തരായിട്ടില്ല എന്നുള്ളത് അങ്ങനെ ഒന്നും അല്ല, ഒരു ഇന്ന സ്ഥലത്ത് കൊട്ടിയ കുറച്ചും കൂടി അങ്ങനെ ഒരു തോന്നലില്ല അറിയാൻ എല്ലായിടത്തും എത്തിപ്പെട്ടിട്ടുണ്ടെന്നാണല്ലോ എൻ്റെ അർത്ഥം. അതാണ് അങ്ങനെ മലബാറുകളിലടക്കം ധാരാളം പഞ്ചവാദ്യങ്ങൾ. പിന്നെ വിദേശങ്ങൾ, കേരളത്തിന് പുറത്തും വിദേശങ്ങളുണ്ട് അല്ലേ? അത് മട്ടന്നൂർ ഒരു ആ ഗാങ്ങിൽ അന്നത്തെ 1998, 2000 ആ കാലഘട്ടങ്ങളിലാണ് ഈ വിദേശീയരായിട്ടുള്ള ആളുകൾക്കൊക്കെ അവരൊക്കെ ഈ കഥകളിയൊക്കെ ആസ്വദിക്കണ പോലെ തന്നെ പഞ്ചവാദ്യത്തിനും അവരുടെ ഇടയിൽ എങ്ങനെ ആസ്വാദം? വളരെ സുഖമായിട്ട് ആസ്വദിക്കാലോ. അതാണ് ഞാൻ ചോദിച്ചത്. ഭാഷ അവർക്ക് മനസ്സിലാവും. അതെ. കാരണം അവിടുത്തെ വാദ്യത്തിന്റെ സാഹിത്യമില്ല, താളം മാത്രമേ ഉള്ളൂ. ആ താളത്തിലുള്ള പ്രയോഗങ്ങളല്ലേ, ഡ്രമ്മല്ലേ അവർ. അതെ. അപ്പൊ അത് അത് ആസ്വദിക്കാൻ ധാരാളം ആൾക്കാരുണ്ട്. അത് മാത്രമല്ല, പോയുള്ള സ്ഥലങ്ങളിൽ പരിപാടിക്ക് പോയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ മലയാളികളല്ല അവിടെ ഉണ്ടായിരുന്നത്. ഒരാളുണ്ടായിരുന്നില്ല. അവർക്ക് മാത്രമല്ല, അതിൻ്റെ ഒരു വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്. തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരായിരുന്നു. അതിന് മാത്രമല്ല, അവർ രാവിലെ അവർക്ക് ഒരു വർക്ക്ഷോപ്പ് വേണം. അപ്പോൾ അവരിവിടെ വന്നിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. മാത്രമല്ല, ആദ്യം തന്നെ അവർ അതിനെ പറ്റിയിട്ട് കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ടാവും. അതിനുശേഷം വന്നിട്ട് രാവിലെ ക്ലാസ് വേണം. ആ ക്ലാസ്സും കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രകടനം കാണുന്നത്, ഈ പ്രോഗ്രാം അവർ കാണുന്നത്. അപ്പോൾ ആസ്വദിക്കുക എന്നുള്ളൊരു ക്രിയ. നേരത്തെ പറയാം, തിയറിക്ക് അവർ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. അതിന്റെ കാം പറഞ്ഞിട്ട് ആസ്വദിക്കണം എന്നുള്ള ഒരു മോഹമുള്ള ആളുകളാണ്. അതെ. മട്ടൻ ഭാഷ പറയുന്ന മാതിരി തന്നെ ഇതിന് ഭാഷ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷ, ചുരുക്കി ഭാഷ എന്ന് പറഞ്ഞാൽ ആശയവിനിമയം വളരെ പെട്ടെന്ന് വളരെ സുതാര്യമായിട്ട് നടക്കുന്നതാണ്. ശരിയാണ്. ആശാൻ മട്ടന്നൂർ ശങ്കരേട്ടൻ അത് വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്യും. ശരിയാണ്. അതാണ് ആ ഒരു ഭാഗത്തിനെ പറ്റി പറയാനുള്ളത്. ഇപ്പം അങ്ങനെ വന്നാൽ ഇനി നമ്മൾ കുടുംബ പശ്ചാത്തലത്തിലേക്ക്, അങ്ങയുടെ കുടുംബവും ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഒന്ന്. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ്, ഒരു ഇല്ലത്താണ് വെളിയിച്ചുണ്ട്. അവിടെ ഒരു ഏക മകളായിരുന്നു ശോഭന. അപ്പോൾ പിന്നെ അവിടെ വേറെ ആളില്ലാത്തത് കൊണ്ട് പിന്നെ മലപ്പുറം ജില്ലയിലേക്ക് ഞാൻ താമസം മാറുകയുണ്ടായത്. 3 പെൺകുട്ടികളാണുള്ളത്. 3 ആളെയും കല്യാണം കഴിച്ചു കൊടുത്തു.
ഒരാൾ ബാംഗ്ലൂരാണ്, ഒരാൾ ഓങ്ങല്ലൂരുണ്ട്, ഒരാൾ പാലയിലുണ്ട്. അവരും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കുട്ടികൾ ഒരാൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റേ ആൾ എന്താ പറയുക ICWA. അപ്പോൾ അതിൻ്റെ കണക്ക് സംബന്ധമായുള്ള ഓഡിറ്റിംഗ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റേ ആൾ പ്രത്യേകിച്ച് വർക്ക് ചെയ്യണമെന്നുണ്ട്. ആരെങ്കിലും കലാപരമായിട്ടുള്ള ആരും കലാപരമായിട്ടില്ല. ഒന്നിലേക്ക് പാട്ടിന് കമ്പുണ്ട്, പാട്ട് കുറച്ച് പഠിക്കൊക്കെ ഉണ്ടായിട്ട് ചെറിയ കുട്ടി. പിന്നെ അത് വേണ്ട മാതിരി അതിനെ കൊണ്ടുനടക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് പിന്നെ വിട്ടു വീണ് പോയി. ശരി. ഇനി ഒന്ന് നിർത്താം. ഇനിയിപ്പോൾ എന്താ, ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരു സംശയം എന്നുള്ള നിലയ്ക്ക് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് ഉണ്ടായിരുന്ന പഞ്ചവാദ്യത്തിനെ ഒരു സ്ഥാപനവൽക്കരണം പോലെ, കലാമണ്ഡലം പോലെ ഒരു സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രൂപത്തിലേക്ക് ഇത് മാറ്റിയെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവതരണ രീതിയിലും സ്വാഭാവികമായിട്ടും ആ മാറ്റങ്ങൾ പ്രകടമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ നമ്മൾ കാണാറുണ്ട്. പ്രൊഫഷണലിസം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന കുറേ സ്റ്റേജ് പ്രോഗ്രാമുകൾ. അപ്പോൾ പണ്ടുണ്ടായിരുന്ന പരിപാടികൾ, ഇപ്പോൾ പഞ്ചവാദ്യം ആയിക്കോട്ടെ, തായമ്പകയോ മറ്റെന്തോ കലാപ്രകടനം ആയിക്കോട്ടെ, അതൊക്കെ പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള ഈ പ്രൊഫഷണലിസം കടന്നു വരുന്ന സമയത്ത് ഒരു സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരുപാട് വർക്ക് അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടാവും. അപ്പോൾ കാണുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ അനുഭവിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതൊക്കെ വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് നടത്തിയിട്ടുണ്ടാവുക. ഇതുപോലെ നമ്മുടെ ഈ പഞ്ചവാദ്യ മേഖലയിൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഇതിനൊക്കെ പഠിപ്പിച്ച് നല്ല ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവതരണത്തിലും ഈ ഒരു പ്രൊഫഷണലിസം കുറച്ചും കൂടി വന്നു കഴിഞ്ഞാൽ അത് എത്ര കണ്ട് ഇതിന് ഗുണം ചെയ്യുന്നുണ്ടാവും. അതിപ്പോൾ ആളുകളുടെ അവതരണ നിൽപ്പിൻ്റെ രീതിയിലാവാം, അതല്ലെങ്കിൽ വേഷവിധാനത്തിലായിരിക്കാം, എല്ലാ കാര്യത്തിലും. ഇപ്പോൾ സൗണ്ട് എന്ന് പറയുന്നത് അറിയാലോ, അതിനൊക്കെ ശാസ്ത്രീയമായിട്ട് ഒരുപാട് പഠനങ്ങൾ നടക്കുക. അപ്പോൾ എങ്ങനെ നിന്നാലാണ് ഏറ്റവും നന്നായിട്ട് കാണികൾക്ക്, ശ്രോതാക്കൾക്ക് ഇത് എത്തിക്കാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള ഒരു വീക്ഷണകോണ് കൂടെ ഇതിൽ എത്ര കണ്ട് പ്രൊഫഷണലിസം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്, ഇനി അത് എത്ര കണ്ട് നമുക്കത് കുറച്ചുകൂടി വളർത്തിയെടുക്കാൻ പറ്റും, അതിന് അങ്ങയുടെ അഭിപ്രായം? തീർച്ചയായിട്ടും അതിൻ്റെ വളർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നത്. പണ്ട് ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ അവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു തിമലക്കാരന് തിമല മാത്രം കൊട്ടില്ല പണി. മദ്ദളക്കാരൻ മദ്ദളം കൊട്ടുന്നതിൻ്റെ മുമ്പ് അവിടെ എൽത്താളം പിടിക്കുകയൊക്കെ ആവും, വേറെ ഏതെങ്കിലും മേളത്തിനൊക്കെ. അപ്പോൾ അതിന്ന് ഇങ്ങോട്ട് ഓടി വരിക, ചുറ്റിടുക, മദ്ദളം കൊട്ടുക, അല്ലെങ്കിൽ ചെണ്ട അവിടെ വയ്ക്കുക, തിമല എടുക്കുക. അങ്ങനെ ഒരു ക്ഷേത്രാടിയന്തര കാര്യങ്ങൾക്ക് എല്ലാവരും പങ്കെടുക്കേണ്ട. അപ്പോൾ ഇതിന് പ്രത്യേകം പഞ്ചവാദ്യത്തിന് പ്രത്യേകം ഒരുങ്ങുന്ന ഒരു സമ്പ്രദായം അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവർക്ക് സാധ്യമായിരുന്നില്ല. ഇന്ന് അതൊക്കെ മാറി. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അനവധി ആൾക്കാർ ഇത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ കാഴ്ചയുടെ കാര്യത്തിൽ തന്നെ വളരെ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. എല്ലാവരും ഒരു പരിപാടികൾക്ക് വരുമ്പോൾ മറ്റേ ചീന്തി പൗഡറിട്ട് തൊട്ട് അങ്ങനെയല്ലേ. ഇത് മാത്രമല്ല, ഡ്രസ്സിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഒരു യൂണിഫോം, പരമാവധി യൂണിഫോം ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആൾക്കാർക്ക് കാണുന്ന തരത്തിൽ കാണുമ്പോൾ അതിലൊരു അട്രാക്ഷൻ ഉണ്ടാവുന്ന തരത്തിൽ. പിന്നെ അതേമാതിരി തന്നെ മാലകൾ ഇടുന്ന ഒരു സമ്പ്രദായം മുമ്പൊന്നും ഇത്ര അധികമൊന്നും ഇല്ല. ഇപ്പോൾ 1, 2, 3 മാലകളൊക്കെ കാഴ്ചക്ക് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തും കൊണ്ട് അങ്ങനെ ഒരു സമ്പ്രദായം അത് കാണികളിൽ ഒരു നല്ല ഒരു ഉന്മേഷം ഉണ്ടാക്കും. അത് ആ വ്യത്യാസം എനിക്ക് നല്ലതാണ്, നന്നായിട്ടുണ്ട്. അതേമാതിരി തന്നെയാണ് ഇനി ഇതിലേക്ക് വരാനുള്ളത്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തോ അല്ലെങ്കിൽ പൂരപ്പറമ്പിലോ ഒരു പഞ്ചവാദ്യം, സ്റ്റേജിലൊരു പഞ്ചവാദ്യം, അതിനൊക്കെ വ്യത്യസ്തതയോട് കൂടിയിട്ട് കാണുക തന്നെ വേണം. ശരിക്കും പറയണമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കലാകാരന്മാരോട് എങ്ങനെ നിന്നിട്ടാണ് കൊട്ടാനിഷ്ടം എന്ന് ചോദിച്ചാൽ അവർ പറയും ഇങ്ങനെ പൂരപ്പറമ്പിൽ നിൽക്കുന്ന മാതിരി തന്നെ കൊട്ടാനുള്ളതാണ് ഏറ്റവും സൗകര്യം എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്ക് എല്ലാവർക്കും ഒരേമാതിരി കാഴ്ച, അവിടെ ഇതിൻ്റെ ചുറ്റുവട്ടം കൂടിയുള്ളവർക്ക് മാത്രമേ കാണുകയോ കേൾക്കുകയോ ചെയ്യാനുള്ള സൗകര്യം. നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ് അനവധി. എന്നിപ്പോൾ ഇത് എണ്ണങ്ങൾ വളരെയധികം വിപുലമായിട്ട്. ഞാൻ തുടങ്ങുന്ന കാലത്ത് 5 തിമലയുള്ള പഞ്ചവാദ്യം ആണ്, 7 പരമാവധി 9, അതിൽ മേലെ ഇല്ല. സാധാരണ ഒരു 7 തിമല പഞ്ചവാദ്യം, 5 തിമലയായിട്ടും 10 അങ്ങനെയായിരുന്നു നടത്തിയിരുന്നത്. ഇന്നിപ്പോൾ അത് പോയിട്ട് ഒരു 15 തിമല ഇല്ലാണ്ടൊരു പഞ്ചവാദ്യം ഇല്ലാണ്ടൊരു സ്ഥിതി എത്തിക്കണം. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് തിരിച്ചാൽ അനവധി
ഈ പൂരപ്പറമ്പിലുള്ള ഒരു പഞ്ചവാദ്യം, സ്റ്റേജിലൊരു പഞ്ചവാദ്യം, അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ എണ്ണങ്ങൾ ഇപ്പോൾ ഞാൻ തുടങ്ങിയ സ്ഥലത്ത് 5 തിമലയായിരുന്നു, ഇപ്പോൾ അത് മാക്സിമം 9, ഇപ്പോൾ അത് 15 തിമല, 17 തിമല, തൃശ്ശൂർ പൂരത്തിനൊക്കെ 17 തിമലയാണ് ഉള്ളത്. അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഒരു തിമിലക്കാരൻ അതിൻ്റെ ഉള്ളിൽ കൊട്ടിയിട്ട് അത് പുറത്തേക്ക് എത്താൻ തിരിച്ചാലത്തെ ഒരു അധ്വാനം ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ കൃത്യമായിട്ടുള്ള കല അവന് പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. കാരണം അത് വളരെ സ്ട്രെയിൻ ചെയ്തിട്ട് വേണം. ഈ സ്ട്രെയിൻ ചെയ്തിട്ട് കൊട്ടുമ്പോൾ കൂടുതൽ സംഗതികൾ ഉൾപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെയല്ലേ വരിക. അപ്പോൾ അവർക്ക് അതിലുള്ള സൗകര്യങ്ങൾ ഇന്നിപ്പോൾ ശബ്ദത്തിൻ്റെ സംവിധാനങ്ങൾ അതികലശലായിട്ട് അപ്പോൾ ഈ ഫ്യൂഷനൊക്കെ പോകുമ്പോഴാണ് അത് വ്യക്തമായിട്ട് മനസ്സിലാവുക. ഓരോരോ യന്ത്രങ്ങൾക്കും പ്രത്യേകം മൈക്ക് വെച്ച് അതിൻ്റെ ശബ്ദത്തിൻ്റെ എങ്ങനെയാണോ വേണ്ടതെന്ന് നേരത്തെ കൂട്ടി സെറ്റ് ചെയ്ത്, ഇപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുന്നതിന് മുമ്പ് 2 മണിക്കൂർ മുമ്പ് ഈ സാധനങ്ങളൊക്കെ മൈക്ക് സെറ്റിങ്, സൗണ്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു പരിപാടികൾ പതിവുണ്ട്. അതേമാതിരി പഞ്ചവാദ്യത്തിനും അതിന് സാധ്യമായ തരത്തിൽ അതാവണം. ഒരു സ്റ്റേജിൽ പരിപാടി അവതരിക്കുമ്പോൾ ആൾക്കാർക്ക് ഇരുന്ന് കാണാനുള്ളൊരു അവസരം ഉണ്ടാവണം. അങ്ങനെ അതിനെ അവതരിപ്പിക്കാൻ കലാകാരന്മാരും തയ്യാറാവണം. രണ്ടു കൂട്ടരും ഒരേപോലെ. അപ്പോൾ മറ്റേ പൂരപ്പറമ്പിൽ ഉള്ള അവതരണ രീതി ഒന്ന്, സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു അവതരണ രീതി. അപ്പോൾ ആ സ്റ്റേജ് എത്രയാണോ അതിലുള്ള കലാകാരന്മാരെ അവിടെ പെടാവൂ. എന്ന് മാത്രമല്ല അവർ എല്ലാവർക്കും കാണത്തക്ക തരത്തിൽ അഡ്ജസ്റ്റ് ആക്കണം. അതിൽ എല്ലാവർക്കും സൗണ്ട് മൈക്ക് സംവിധാനങ്ങൾ എത്തണം. എന്ന് മാത്രമല്ല അങ്ങനെയാണ് എന്ന് ആ ഒരു കലാകാരൻ സ്വയം അറിയും വേണം. അതനുസരിച്ചിട്ട് പ്രവർത്തിക്കണം. അതാണ് ഇനി വരേണ്ടത് അല്ലെങ്കിൽ വരാൻ പോണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? അതെ. ഇനിയിപ്പോൾ നമുക്ക് പൊതുവായിട്ട് സംഘാടകരോടും ആസ്വാദകരോടും കലാകാരന്മാരോടും വളർന്നു വരുന്ന കലാകാരന്മാരോടും ഒക്കെ അങ്ങേക്ക് എന്ത് സന്ദേശമാണ് ഈ ഒരു പഞ്ചവാദ്യ മേഖലയെ പറ്റിയിട്ട് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ പറയാനുള്ളത്? പ്രധാനമായിട്ടൊരു കാര്യമാണ് അറിഞ്ഞ് കൊട്ടുക. അതന്നെയാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതേമാതിരി തന്നെ ആസ്വാദകരും അത് അതിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാനും അറിഞ്ഞ് ആസ്വദിക്കുക, അറിഞ്ഞു കൊട്ടുക. അതല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ യാതൊന്നും പറയാനില്ല. അല്ല, കുറെ നേരമായാലും നമ്മൾ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ട് എന്നെ പറ്റിയിട്ട് എന്നെ കൊണ്ട് അനവധി പറയിപ്പിച്ചു, കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. രാമദാസിനെ കുറിച്ചിട്ട് ഞാൻ ഒന്നും ചോദിക്കുകയുണ്ടായില്ല, രാമദാസ് അത് പറയുകയുണ്ടായില്ല. രാമദാസിന് ഈ കലയായിട്ടുള്ള പാരമ്പര്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ കല അതിൻ്റെ മേഖലയെക്കുറിച്ചോ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒന്നും പറയണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിവരണങ്ങളും കൂടി തന്നാൽ സന്തോഷമായിരുന്നു. ഞാൻ മറ്റേ ഞരളത്ത് പൊതുവാട്ടിലാണ് അമ്മ. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരമ്പര്യമായിട്ട് അതെ കൊട്ടും പാട്ടും നമ്മുടെ ഒരു ഇതിൽ രക്തത്തിലുള്ളതാണ്. ഞാനോ 4-5 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭീമനാട് കൃഷ്ണപൊതുവാൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു അമ്മ ഉണ്ടായിരുന്നു. അദ്ദേഹം പൂജക്കൊട്ടും സന്ധ്യവേലയും പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് SSLC പഠനം കഴിഞ്ഞ സമയത്ത് ഞങ്ങളടുത്ത് നാരായണ പൊതുവാൾ എന്ന് പറയും, എൻ്റെ വല്യമാമ, അദ്ദേഹം തായമ്പ പഠിപ്പിച്ചു. പിന്നെ പതുക്കെ ഇങ്ങനെ കൊട്ടിപ്പാടി സേവയിലേക്ക് കുറേശ്ശെ വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളത്ത് രാമപൊതുവാൾ എൻ്റെ അമ്മയുടെ അമ്മാവൻ്റെ സ്ഥാനമാണ്. തായമ്പകയൊക്കെ എപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്? ഇല്ല. അത് കുറച്ചു കാലമൊക്കെ കൊട്ടി. അന്നത്തെ ആരോഗ്യം അത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജോലി സംബന്ധമായ പഠനവും എന്തൊക്കെ ആയപ്പോൾ കൂടുതൽ അതിലേക്ക് ഇറങ്ങാൻ ഒന്നും അങ്ങനെ പറ്റിയതുമില്ല. അത് കാരണം അത് പാതി വഴിയിൽ അവിടെ ഉപേക്ഷിച്ചു. നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ഈടിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് പിന്നെ കുറേശ്ശെ പാട്ടിലേക്ക് ഇങ്ങനെ കടക്കാൻ തുടങ്ങിയത്. കൊട്ടിപ്പാടി സേവ ചെയ്യുമ്പോൾ വലിയ ആരോഗ്യ പ്രശ്നമൊന്നും അലക്കാത്തത് പാരമ്പര്യമായിട്ട് ഞങ്ങളത്തെ രാമപൊതുവാൾ എൻ്റെ അമ്മയുടെ അമ്മാവനാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് വന്നത്. പിന്നെ ആലിപ്പറമ്പ് ശിവരാമപൊതുവാൾ ആശാൻ്റെ കൂടെയാണ് കൂടുതൽ പിന്നെ ഒപ്പം പാടലും ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ കുറേശ്ശെ ഇങ്ങനെ സോപാന സംഗീതം ആ കൊട്ടിപ്പാടി സേവ വഴിക്ക് ഇങ്ങനെ പോയി അതിങ്ങനെ അത്യാവശ്യം അവതരിപ്പിക്കുക എന്നുള്ളതുണ്ട്. പിന്നെ കുട്ടിക്കാലം മുതലേ കഥകളി ധാരാളമായിട്ട് കണ്ടിരുന്നു. കളി കാണാനൊരു ഭ്രമം. അച്ഛനും കളിയൊക്കെ വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു. അച്ഛൻ കൊണ്ട് നടന്നിട്ട് അങ്ങനെ ആ കാലത്തെ കളിയോട് വലിയ ഭ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ ഈ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായ ഒരു മുന്നറിവ് എന്ന് പറയണതും അന്ന് കളി കണ്ടിട്ടും അല്ലെങ്കിൽ കളിക്കാരോടുള്ള ഒരു ആരാധനയും അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെ കളിയോടും പിന്നെ വാദ്യങ്ങളും മറ്റ് വിഷയം തായമ്പകയായാലും പഞ്ചവാദ്യം ആയാലും ധാരാളം കാണാനും കേൾക്കാനും അവസരം ധാരാളം കിട്ടിയിട്ടുണ്ട്. ധാരാളമായിട്ട് അപ്പോഴും കാണാറുണ്ട്, ഇപ്പോഴും അവസരം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്.
പിന്നെ പഠനം ഞാൻ ഗണിതം ആണ് പഠിച്ചത്. ഡിഗ്രി കഴിഞ്ഞ് BEdും കഴിഞ്ഞ് ഷൊർണൂർ ഹൈസ്കൂളിൽ ഗണിതാധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയാണ്. കലാ പാരമ്പര്യം കൊണ്ടു നടക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ അക്കാദമിക് ലെവലിൽ ഒരു ഗണിതാധ്യാപകനായിട്ട് ജോലിയും ചെയ്യുന്നുണ്ട്. കലാ ആസ്വാദകൻ എന്നുള്ള നിലയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാം. എന്തായാലും സോപാന സംഗീതവും കുട്ടിപ്പാടി സേവി വ്യത്യാസമുണ്ടോ? ഇല്ല, കുട്ടിപ്പാടി ശരിക്കും അതിൻ്റെ നമ്മുടെ നല്ല പഴയ വാക്ക് എന്ന് പറയുന്നത് കുട്ടിപ്പാടി സേവ എന്നാണ്. കൊട്ടുകയും പാടുകയും ചെയ്തുകൊണ്ട് സേവിക്കുക എന്നുള്ള അർത്ഥത്തിൽ. സംഗീതം ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയമായിട്ട് അങ്ങനെ വയലിൻ ഒരു 5-8 കൊല്ലം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഷൊർണൂർ ഒരു ബാലഗംഗാധരൻ മാഷ് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കീഴിൽ വയലിൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ശാസ്ത്രീയ സംഗീതം അത് ഈ മറ്റേ കുട്ടിപ്പാടി സേവയ്ക്ക് സഹായകമായിട്ടുണ്ട്. ഉണ്ട്. എന്നാൽ അമിതമായിട്ട് ഇത് പഠിക്കരുതെന്നും പറയും സാധാരണഗതിയിൽ. അല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ കലർപ്പുകരെ കൂടാനുള്ളൊരു ഇതിനൊരു ഭക്തിപരമായിട്ടുള്ളൊരു മാർഗ്ഗമാണല്ലോ ഇത്. അതിന് വേണ്ട സംഗീതം പാടൂ എന്നുള്ള ഗുരുനാഥന്മാരെ പറയാറുണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ചിട്ട് ഞാൻ പോകാറുള്ളൂ. കുടുംബം ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് മണ്ണുത്തി എന്നാണ്. ഇപ്പോഴത്തെ എലങ്ങിത്തറ മേളപ്രമാണിയായിട്ടുള്ള കിഴക്കൂട്ട് അനിയന്മാരാരുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ്റെ മകളാണ്. പഴയ പരിയാരത്ത് കുഞ്ചുമാരാർ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി. അവരുടെ കല്യാണം കഴിച്ചിട്ടുള്ള എൻ്റെ സ്കൂളിൽ തന്നെ ടീച്ചറാണ്. ഒരു മോളാണുള്ളത്. 7ാം ക്ലാസ്സിൽ പഠിക്കണം. മോള് പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, ഡാൻസ് പഠിക്കുന്നുണ്ട്. പനമണ്ണ ശശിയേട്ടൻ്റെ മകള് ലക്ഷ്മിയാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. അങ്ങനെ പറ്റുന്ന രീതിയിൽ അവരെയും ആ ഒരു കല അതിലേക്ക് ഇങ്ങനെ ആസ്വദിക്കാനുള്ളൊരു നിലവാരത്തിലേക്കെങ്കിലും എത്തിക്കണം എന്നൊരു മോഹമുണ്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു സുദീർഘമായിട്ടുള്ളൊരു സംഭാഷണം അത് വളരെ സാർത്ഥകമായി എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കലാസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും കരിയന്നൂർ തിരുമേനിയുടെ കൊട്ട് ധാരാളം പേര് കേട്ടിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പിന്നിട്ട വഴികൾ, ജീവിത ചരിത്രം എന്ന് തന്നെ പറയാം നമുക്ക് വേണമെങ്കിൽ. വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ ഇപ്പോൾ ഈ ഡീനായിരിക്കുന്ന ഈ ഒരു കാലഘട്ടം വരെയുള്ള അദ്ദേഹത്തിൻ്റെ സുദീർഘമായിട്ടുള്ള ജീവിതം വളരെ തന്മയത്വത്തോടു കൂടി വള്ളുവനാടൻ ശൈലിയിലുള്ള നല്ല ഭാഷയിൽ അദ്ദേഹം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സമയം എല്ലാവർക്കും സാർത്ഥകമായി എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞങ്ങൾ വിടവാങ്ങുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം.